ഹരി ഓം ഹരി ഓം ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോപിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ. വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം അവിദുഃസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ.
കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ തുടരാം. നമുക്ക് അഷ്ടമസ്കന്ധത്തിലെ 12-ാം അധ്യായം ശങ്കരമോഹനം എന്നുള്ളതായിട്ടുള്ള ഭാഗമാണ്. ഇന്നലെ ആദ്യത്തെ ഏതാനും ശ്ലോകങ്ങൾ 8 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു. തുടർന്ന് കാണാനുണ്ട്. ഭഗവാൻ മോഹിനി അവതാരം എടുത്ത് അസുരന്മാരെ മോഹിപ്പിച്ച് ദേവന്മാർക്ക് അമൃതപാനം ചെയ്തു കൊടുത്ത കഥ കേട്ട മഹാദേവൻ കൈലാസത്തിൽ നിന്ന് പാർവതീ സമേതനായി ഭൂതഗണങ്ങളോടുകൂടി നന്ദിവാഹനനായി ഭഗവാൻ വിഷ്ണുവിന്റെ അടുത്തേക്ക് വരുന്നതും വിഷ്ണുവിനെ വന്ന് സ്തുതിക്കുന്നതുമായിട്ടുള്ള ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുവിന്റെ തത്വം അറിഞ്ഞുകൊണ്ട് തന്നെ സ്തുതിക്കുന്ന സ്തുതിയാണ്. അതിനുശേഷം താൻ വന്ന കാര്യം വിഷ്ണുവിനെ അവതരിപ്പിക്കും. അത് കേട്ട് ചിരിച്ച ഭഗവാൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിക്കൊണ്ട് അത്ഭുതമായിട്ടുള്ള മോഹിനി വേഷത്തെ ധരിക്കുന്ന ലീലയാണ്. ആ മോഹിനിയുടെ മായയിൽ സാക്ഷാൽ കാമാരിയായ മന്മഥ രിപുവായിരിക്കുന്ന മഹാദേവൻ പോലും ഇപ്പൊ ഏതൊരു സ്തുതി കൊണ്ടാണോ മഹാദേവൻ ഭഗവാനെ സ്തുതിക്കുന്നത്, ആ സ്തുതി മുഴുവൻ ജ്ഞാനപൂർണമാണ്. അത്രയും വലിയ ജ്ഞാനിയായ, വൈരാഗിയായ, എല്ലാം തികഞ്ഞ ആ മഹാദേവൻ പോലും ഭഗവാന്റെ മായയിൽ മോഹിതനാകുന്ന രംഗമാണ് നമ്മൾ കാണാനിരിക്കുന്നത്. അപ്പൊ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതുണ്ടോ? നമ്മളൊക്കെ ആ മായയിൽ പെട്ട് കിടക്കുന്നവരാണ്. അതാണ് നമ്മുടെ സംസാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ മായയിൽ പെട്ടതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ സുഖവും ദുഃഖവും മാറി മാറി അനുഭവിക്കുന്ന സംസാരികളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ദ്വന്ദ്വങ്ങളിൽ നിന്നും സംസാരത്തിൽ നിന്നും മോചനം വേണമെങ്കിൽ ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം. സത്യം പരം ധീമഹി എന്ന് ആ ഭഗവാന്റെ തത്വം അറിഞ്ഞുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കണം. അതാണ് ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള പാഠം. ഭഗവാന്റെ മായ ദുരത്യയാണ്. അതിനെ തരണം ചെയ്യാൻ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം എന്ന് ഭഗവാൻ തന്നെ ഗീതയിലൂടെ നമുക്ക് ഉപദേശിക്കുന്നുണ്ട്. അതനുസരിക്കുക നമ്മൾ. തീർച്ചയായിട്ടും നമുക്ക് കാണാം, വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ.
अथ श्रीमद्भागवते अष्टमस्कन्धे द्वादशोऽध्यायः। श्रीबादरायणिरुवाच वृषध्वजो निशम्येदम् योषिद्रूपेण दानवान् मोहयित्वा सुरगणान् हरिः सोममपाययत्। वृषमारुह्य गिरिशः सर्वभूतगणैर्वृतः सह देव्याययौ द्रष्टुम् यत्रास्ते मधुसूदनः। सबाजितो भगवता सादरम् सोमया भवः सोपविष्ट उवाचेदम् प्रतिपूज्य स्मयन् हरिम्। श्रीमहादेव उवाच देवदेव जगद्व्यापिन् जगदीश जगन्मय सर्वेषामपि भावानाम् त्वमात्मा हेतुरीश्वरः। आद्यन्तौ अस्य यन्मद्यम् इदमन्यदहम् बहिः यतोऽव्ययस्य नैतानि तत्सत्यम् ब्रह्मचिद्भवान्। तवैव चरणम् भोजम् श्रेयस्कामा निराशिषः विसृज्य उभयतः सङ्गम् मुनयः समुपासते। त्वम् ब्रह्म पूर्णममृतम् विगुणम् विशोकम् आनन्दमात्रमविकारम् अनन्यदन्यत् विश्वस्य हेतुरुदयस्थिति संयमानाम् आत्मेश्वरश्च तदपेक्षतयानपेक्षः। एकस्त्वमेव सदसद्वयमद्वयम् च स्वर्णम् कृताकृतमिवेह न वस्तुभेदः। अज्ञानतस्त्वयि जनैर्विहितो विकल्पो यस्माद्गुणैर्व्यतिकरो निरुपाधिकस्य। त्वाम् ब्रह्म केचिदवयन्त्युदधर्ममेके एके परम् सदसदोः पुरुषम् परेशम्। अन्ये भयन्ति नवशक्तियुतम् परम् त्वाम् केचिन्महापुरुषमव्ययमात्मतन्त्रम्। नाहम् परायु ऋषयो न मरीचिमुख्या जानन्ति यद्विरचितम् खलु सत्त्वसर्गाः। यन्मायया मुषितचेतस ईश दैत्यमर्त्यादय किमुत शश्वतभद्रवृत्ताः। सत्त्वम् समीहितमदः स्थितिजन्मनाशम् भूते हितम् च जगतो भवबन्धमोक्षौ। वायुर्यदा विशदिघम् च चराचराख्यम् सर्वम् तदात्मकतयावगमो वरुंसे। अवतारा मया दृष्टा रममाणस्य ते गुणैः सोऽहम् तद्द्रष्टुमिच्छामि यत्ते योषिद्वपुर्धृतम्। येन सम्मोहिता दैत्याः पायिदाश्चामृतम् सुराः तद्दिदृक्षव आयाताः परम् कौतूहलम् हि नः। श्रीशुक उवाच एवमभ्यर्थितो विष्णुः भगवान् शूलपाणिना प्रहस्य भावगम्भीरम् गिरिशम् प्रत्यभाषत। श्रीभगवानुवाच कौतूहलाय दैत्यानाम् योषिद्वेषो मया कृतः पश्यतासुरकार्याणि गदे पीयूषभाजने। तत्तेऽहम् दर्शयिष्यामि दिदृक्षोः सुरसत्तम कामिनाम् बहुमन्तव्यम् सङ्कल्पप्रभवोदयम्। श्रीशुक उवाच इति ब्रुवाणो भगवान् तत्रैवान्तरधीयत सर्वतश्चारयन् चक्षुः भव आस्ते सहोमया। ततो ददर्शो भवने परस्त्रियम् विचित्रपुष्पारुणपल्लवद्रुमे विक्रीडतीम् कन्दुकलीलया लसद्दुकूलपर्यस्तनितम्बमेखलाम्। आवर्तनोद्वर्तनकम्बितस्तनप्रकृष्टहारोरुभरैः पदे पदे प्रभज्यमानामिव मध्यतश्चलत्पदप्रवाळम् नयतीम् ततस्ततः। दिक्षुभ्रमत्कन्दुकचापलैर्भृशम् प्रोद्विग्नतारायतलोललोचनाम् स्वकर्णविभ्राजितकुण्डलोल्लसत्कपोलनीलालकमण्डिताननाम्। स्लतद्दुकूलम् कबरीम् च विच्युताम् सन्नह्यतीम् वामकरेण वल्गुना विनिघ्नतीम् अन्यकरेण कन्दुकम् विमोहयन्तीम् जगदात्ममायया।
താം വീക്ഷ്യ ദേവ ഇതി കന്ദുകലീലയേഷദ്വ്രീഡാ സ്ഫുടസ്മിതവിസൃഷ്ടകടാക്ഷമുഷ്ടഃ സ്ത്രീപ്രേക്ഷണ പ്രതിസമീക്ഷണ വിഹ്വലാത്മാ നാത്മാനമന്തിക ഉമാം സ്വഗണാംശ്ച വേദ തസ്യാകരാഗ്രാത് സതു കന്ദുകോ യഥാഗതോ വിദൂരം തം അനുവ്രജത് സ്ത്രിയാഃ വാസസ്വസൂത്രം ലഘുമാരുദോഹരത് ഭവസ്യ ദേവസ്യ കിലാനുപശ്യതഃ ഏവം താം രുചിരാപാംഗീം ദർശനീയാം മനോരമാം ദൃഷ്ട്വാ തസ്യാം മനശ്ചക്രേ വിഷജ്ജന്ത്യാം ഭവഃ കില തയാ ബഹൃതവിജ്ഞാനസ്തത്കൃതസ്മരവിഹ്വലഃ ഭവാന്യാ അപി പശ്യന്ത്യാ ഗതഹ്രീസ്തൽപദം യയൗ സാ തമായാന്തമാലോക്യ വിവസ്ത്രാ വ്രീഡിതാ വൃശം നിലീയമാന വൃക്ഷേഷു ഹസന്തി നാന്വതിഷ്ഠതാം താമന്വഗച്ഛദ് ഭഗവാൻ ഭവഃ പ്രമുഷിതേന്ദ്രിയഃ കാമസ്യ ച വശം നീതഃ കരേണുമിവ യൂതപഃ സോനുവ്രജ്യാതിവേഗേന ഗൃഹീത്വാ നിച്ഛതീം സ്ത്രിയം കേശബന്ധ ഉപാനീയ ബാഹുഭ്യാം പരിഷസ്വജേ സോപകൂടാ ഭഗവതാ കരിണാ കരിണീയതാ ഇതസ്തതഃ പ്രസർപ്പന്തി വിപ്രകീർണശിരോരുഹാ ആത്മാനം മോചയിത്വാംഗ സുരർഷഭുജാന്തരാത് പ്രാദ്രവൽസാ പൃദുശ്രോണി മായാദേവ വിനിർമ്മിതാ തസ്യാസൗ പദവിം രുദ്രോ വിഷ്ണോരത്ഭുതകർമ്മണഃ പ്രത്യപദ്യത കാമേന വൈരിണേവ വിനിർജിതഃ തസ്യാനുഗാവതോ രേതശ്ച സ്കന്ധാമോഗതേ രേതസഃ സുഷ്മിണോ യൂതപസ്യേവ വാസിതാം അനുദാവതഃ യത്ര യത്രാപതന്മഹ്യാം രേതസ്തസ്യ മഹാത്മനഃ താനി രൂപ്യസ്യ ഹേമ്നശ്ച ക്ഷേത്രാണ്യാസൻ മഹീപതേ സരിൽ സരസ്സു ശൈലേഷു വനേഷു പവനേഷു ച യത്ര ക്വചാസൻ ഋഷയഃ തത്ര സന്നിഹിതോ ഹരഃ സ്കന്നേ രേതസി സോപശ്യത് ആത്മാനം ദേവമായയാ ജഡീകൃതം നൃപശ്രേഷ്ഠ സന്യവർത്തത കശ്മലാത് അദാവഗതമാഹാത്മ്യ ആത്മനോ ജഗദാത്മനഃ അപരിജ്ഞേയ വീര്യസ്യ നമേനേ തദുഹാദ്ഭുതം തമവിക്ലവമവ്രീഡമാലക്ഷ്യ മധുസൂദനഃ ഉവാച പരമപ്രീതോ ബിഭ്രൽ സ്വാം പൗരുഷീം തനും ശ്രീഭഗവാനുവാച ദിഷ്ട്യാ ത്വം വിബുധശ്രേഷ്ഠ സ്വാം നിഷ്ഠാമാത്മനാ സ്ഥിതഃ യന്മേ സ്ത്രീരൂപയാ സ്വൈരം മോഹിതോപ്യംഗമായയാ കോനു മേ അതിതരേന്മായാം വിഷക്തസ്ത്വധൃതേ പുമാൻ താം സ്ഥാൻ വിസൃജതീം ഭാവാൻ ദുസ്തരാം അകൃതാത്മഭിഃ സേയം ഗുണമയീ മായാനത്വാം അഭിഭവിഷ്യതി മയാ സമേതാ കാലേന കാലരൂപേണ ഭാഗശഃ ശ്രീശുക ഉവാച ഏവം ഭഗവതാ രാജൻ ശ്രീവത്സാംഗേന സത്കൃതഃ ആമന്ത്ര്യ തം പരിക്രമ്യ സഗണസ്വാലയം ജയൗ ആത്മാംശഭൂതാം താം മായാം ഭവാനീം ഭഗവാൻ ഭവഃ ശംസതാം ഋഷിമുഖ്യാനാം പ്രീത്യാ ചഷ്ടാദ ഭാരത അപി വ്യപശ്യസ്ത്വമജസ്യ മായാം പരസ്യ പുംസഃ പരദേവതായാഃ അഹം കലാനാം ഋഷഭോ വിമുഹ്യേ യയാവശോന്യേ കിമുതാ സ്വതന്ത്രാഃ യം മാമപൃച്ഛസ്ത്വം ഉപേത്യ യോഗാത് സമാസഹസ്രാന്ത ഉപാരതം വൈ സ ഏഷ സാക്ഷാത് പുരുഷഃ പുരാണോ ന യത്ര കാലോ വിശതേ ന വേദഃ ശ്രീശുക ഉവാച ഇതി തേ അഭിഹിതസ്താദ വിക്രമശാർഗധന്വനഃ സിന്ധോർനിർമഥനെ യേന ധൃതഃ പൃഷ്ഠേ മഹാജലഃ ഏതന്മുഹുഃ കീർത്തയതോനുസൃണ്വതോ നരിഷ്യത്തെ ജാതു സമുദ്യമഃ ക്വചിത് യദുത്തമശ്ലോകഗുണാനുവർണ്ണനം സമസ്ത സംസാര പരിശ്രമാപഹം
അസദ് അവിഷയമംക്രിം ഭാവഗമ്യം പ്രപന്നാൻ അമൃതമമരവര്യാൻ ആശയത് സിന്ധുമധ്യം കപടയുവതിവേഷോ മോഹയൻ യസ്സുരാരീൻ തമഹമുപസൃതാനാം കാമപൂരം നതോസ്മി. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ ശങ്കരമോഹനം നാമ ദ്വാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. നാരായണ. ഇപ്പോ ശങ്കരമോഹനം അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ആദ്യ ഭാഗം തുടങ്ങി വെച്ചു. 8 ശ്ലോകങ്ങൾ കണ്ടു. ഇപ്പോ ആരംഭം തന്നെ വൃഷധ്വജോ നിശമ്യേതം യോഷിദ്രൂപേണ ദാനവാൻ മോഹയിത്വാ സുരഗണാൻ ഹരിഹി സോമമപായത്. അപ്പോ ആ നന്ദിവാഹനനായ ഋഷഭവാഹനനായിട്ടുള്ള ഭഗവാൻ മഹാദേവൻ, ഭഗവാൻ നാരായണൻ വിഷ്ണു സ്ത്രീ രൂപമെടുത്ത് ദാനവന്മാരെ മോഹിപ്പിച്ച് സുരഗണങ്ങളെ സോമം പാനം ചെയ്യിപ്പിച്ചു എന്ന് കേട്ടിട്ട് വൃഷം ആരുഹ്യ ഗിരിശഃ, ആ കാളയിൽ കയറിക്കൊണ്ട് സർവഭൂതഗണൈർവൃത, തന്റെ ഭൂതഗണങ്ങളാൽ സേവിതനായി സഹ ദേവ്യായയൗ, ദേവിയോടുകൂടെ ഉമാദേവിയോടുകൂടെ യാനം ചെയ്തു. ദ്രഷ്ടും യത്രാസ്തേ മധുസൂദന, എത്ര മധുസൂദന ആസ്തേ, എവിടെയാണോ മധുസൂദനൻ വസിക്കുന്നത് തത്ര ദ്രഷ്ടും, അദ്ദേഹത്തെ കാണുവാനായിക്കൊണ്ട് ചെന്നു. ഭഗവതാ സോമയാ സാദരം സഭാജിത ഭവഃ, ആ ഭഗവാൻ വിഷ്ണുവിനാൽ ഉമയോടുകൂടെ ആദരവോടുകൂടെ ആ മഹാദേവൻ ഭവൻ വേണ്ടതുപോലെ പൂജിക്കപ്പെട്ടു, അതിഥി സൽക്കാരം ചെയ്യപ്പെട്ടു. അതിനുശേഷം അവിടെ ആസനം കൊടുത്ത് ഇരുത്തപ്പെട്ടതായിട്ടുള്ള അദ്ദേഹം സുഷ്ടു ഉപവിഷ്ടനായിട്ടുള്ള ആ ഭവൻ പ്രതിപൂജ്യ ആ ഭഗവാനെ മഹാവിഷ്ണുവിനെ വേണ്ട പോലെ അങ്ങോട്ടും ബഹുമാനിച്ച ശേഷം സ്മയൻ ഹരിം ഇതമുവാച, പുഞ്ചിരിച്ചുകൊണ്ട് ഹരിയോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാദേവന്റെ വചനങ്ങളാണ്. ഒരു ഗംഭീര സ്തുതിയാണ് ഭഗവാൻ വിഷ്ണുവിന്റെ തത്വം പറഞ്ഞുകൊണ്ട്. വിഷ്ണുവിന്റെ തത്വം എന്ന് പറഞ്ഞാൽ ആകെ ഉള്ള പരമാർത്ഥം, ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ള പരമാർത്ഥം. ഈ കാണുന്നതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ്, തെറ്റിദ്ധാരണയാണ്. ഉള്ളത് ഒരേ ഒരു വസ്തു, ഒരേ ഒരു വസ്തുവേ സത്യമായിട്ടുള്ളൂ. അത് ആ ഒന്നിനെ കാണാത്തത് കൊണ്ട് ഒന്നിൽ കൽപ്പിതമാണ് പലത്. ഈ നാനാത്വം ഏകമായ വസ്തുവിൽ കൽപ്പിതമാണ്, അത് മായ കൊണ്ടാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ സ്തുതിയുടെ ആദ്യ ഭാഗം നമ്മൾ മൊത്തം കണ്ടത്. അല്ലയോ ദേവദേവ, ജഗദ്വ്യാപിൻ, ജഗദീശ, ജഗന്മയ, അങ്ങ് സർവേഷാം ഭാവാനാമപി, ഈ കാണുന്ന സകല ഭൂതജാലങ്ങളുടെയും സകല ചരാചരങ്ങളുടെയും ത്വം ആത്മാ ഹേതുഹു ഈശ്വരഃ, അങ്ങ് തന്നെയാണ് ഇതിന്റെ എല്ലാം ആത്മാവും, ഇതിന്റെ എല്ലാം പരമകാരണവും, ഇതിന്റെ എല്ലാം നിയന്താവും, സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവും.
അപ്പൊ ഇതിനൊക്കെ വല്ല കാരണവും വല്ല കർത്താവും വല്ല സത്യത്വവും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് തന്നെയാണ് എന്നർത്ഥം. ഈ കാണുന്നതൊന്നും സത്യമല്ല എന്ന് പറയുമ്പോ എന്നാ പിന്നെ തീരെ ഇല്ലാത്തതാണോ ആണെങ്കിൽ അല്ല, ഉള്ള ഒരു വസ്തു ഉണ്ട്, അതാണ് ആത്മാ. ആ ഉള്ള വസ്തുവിന്റെ പേരാണ്, അതിനെ വിശേഷിപ്പിക്കുന്നതാണ് ആത്മാ. ഏതൊന്നാണോ എല്ലാമായി എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത് അതിനെയാണ് ആത്മാ എന്ന് പറയുന്നത്. ആ വസ്തുക്കൾ, ഈ കാണുന്ന വസ്തുക്കളുടെയൊക്കെ അസ്തിത്വം ഏതൊന്നിൽ അധിഷ്ഠിതമാണോ, ഇതിന്റെ സത്യത്വം ഏതൊന്നിനെ ആശ്രയിച്ചാണോ, അതാണ് അതിന്റെ ആത്മ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതെല്ലാം പലതായി കാണപ്പെടുന്നത്? അതിന് വല്ല കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ കാരണവും അങ്ങ് തന്നെയാണ്. ഈശ്വരനും ഇതിന്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവ് നിയന്താവ് അങ്ങ് തന്നെയാണ്. അങ്ങയുടെ മായ കൊണ്ടാണ് ഇതെല്ലാം അങ്ങ് പലതായി കാണിക്കുന്നത്. അങ്ങ് തന്നെയാണ് ഈ കാണുന്ന ജഗത്തിന്റെ ആദിയും അന്തവും. ആദ്യന്തവും അസ്യ എൻ മദ്യം, മദ്യവും അങ്ങ് തന്നെയാണ്. അങ്ങ് ഇതിൽ നിന്ന് അന്യതായി എന്ന് വെച്ചാൽ വ്യതിരിക്തനായും ഇരിക്കുന്നു. എല്ലാമായിരിക്കുമ്പോഴും അതിൽ നിന്ന് അതീതനായും ഇരിക്കുന്നു. ഇതിനാലൊന്നും ഈ കാണുന്ന സൃഷ്ടിയാലൊന്നും അങ്ങ് ബാധിക്കപ്പെടുന്നില്ല. സൃഷ്ടിക്ക് എന്താ പറയുക, സൃഷ്ടിയും സ്ഥിതിയും ലയവുമുണ്ട്, ഉൽപ്പത്തി വിനാശാദികളൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങയ്ക്ക് അതൊന്നുമില്ല. അങ്ങ് ഇതിൽ നിന്ന് അന്യതാണ്. ഇനി ഇതിലെ ഭോക്താവും ഭോജ്യവും അഹം ബഹി, ഇത് രണ്ടും അങ്ങ് തന്നെയാണ്. അവ്യയസ്യ, അങ്ങയ്ക്ക് അവ്യയനായിരിക്കുന്ന അങ്ങയ്ക്ക് ഇതൊന്നും ഇല്ല. നൈതാനി അതത് സത്യം ബ്രഹ്മ ചിത് ഭവാൻ, ആ സത്യമായ ചിത്തായ ബ്രഹ്മം തന്നെയാകുന്നു അങ്ങ്. തവൈവ ചരണാംബോജം ശ്രേയസ്കാമ നിരാശിഷ വിസൃജ്യ ഉഭയതസംഗം മുനയ സമുപാസതേ. ശ്രേയസ്കാമന്മാര്, പരമമായ ശ്രേയസിനെ കാമിക്കുന്നവർ, ആശിസ്സുകൾ ആഗ്രഹങ്ങളില്ലാത്ത വൈരാഗ്യികളായിരിക്കുന്ന മുനികൾ, മനനശീലന്മാർ, വിവേകികൾ, ഉഭയതഃ സംഘം വിസൃജ്യ, ഈ ലോകത്തിലും പരലോകത്തിലുമുള്ളതായിട്ടുള്ള സംഘത്തെ വെടിഞ്ഞ് തവൈവ ചരണാംബോജം സമുപാസത്തെ, അങ്ങയുടെ പാദ കമലത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത്, സേവിക്കുന്നത്. അവർക്ക് ഈ എന്താ പറയുക, മായയെ തരണം ചെയ്യണം. അതുകൊണ്ട് അവര് അങ്ങയുടെ പാദങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങയുടെ പാദത്തെ ആശ്രയിച്ചാൽ മാത്രമേ ഈ മായയാൽ ബാധിക്കപ്പെടാതിരിക്കുള്ളൂ. ത്വം ബ്രഹ്മ പൂർണം അമൃതം വിഗുണം വിശോകം ആനന്ദമാത്രം അവികാരം അനന്യത് അന്യത്. അങ്ങ് തന്നെയാണ് ആ പൂർണവും നാശരഹിതവും ഗുണരഹിതവും ശോകരഹിതവും ആനന്ദമാത്രവും വികാരരഹിതവുമായ അനന്യത്, അതിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ലാത്തതും അന്യത്, അതിൽ നിന്നെല്ലാം വിലക്ഷണമായിരിക്കുന്നതുമായിരിക്കുന്ന ബ്രഹ്മം അങ്ങ് തന്നെയാകുന്നു. വിശ്വസ്യ ഹേതുരുദയ സ്ഥിതി സംയമാനം, വിശ്വസ്യ സ്ഥിതി സംയമാനം ഉദയസ്ഥിതി സംയമാനം ഹേതുഹു, ഈ വിശ്വത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണം അങ്ങ് തന്നെയാണ്. ആത്മാ ഈശ്വരശ്ച, അങ്ങ് തന്നെയാണ് ഈ വിശ്വത്തിന്റെ ആത്മാവും ഈശ്വരനും. തദപേക്ഷയ അനപേക്ഷ, അങ്ങയെ ഈ ജഗത്ത് ആശ്രയിച്ചിരിക്കുന്നു, എന്നാൽ അങ്ങ് സ്വയം നിരപേക്ഷനാണ്, അനപേക്ഷനാണ്, സ്വതന്ത്രനാണ്. ഈ ജഗത്ത് അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങയെ ഇതിന്റെ ഹേതു, ആത്മാ, ഈശ്വരൻ എന്നൊക്കെ വിളിക്കുന്നത്. ജഗത്തുള്ളപ്പോഴേ അങ്ങ് ഹേതുവും അങ്ങ് ആത്മാവും അങ്ങ് ഈശ്വരനുമൊക്കെ ആവുന്നുള്ളൂ. ജഗത്ത് കാണുന്നവർക്കാണ് അതിന്റെ കാരണത്തെ കാണിച്ചു കൊടുക്കേണ്ടത്. എവിടുന്നാണ് ഈ ജഗത്തുണ്ടായത്, അത് ജഗത്തിന്റെ ഹേതു. ഏതൊന്നാണ് ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, നിറഞ്ഞിരിക്കുന്നത്, അതാണ് അതിന്റെ ആത്മ. ഏതൊന്നിനാലാണ് ഈ ജഗത്ത് മുഴുവൻ സൃഷ്ടി സ്ഥിതി സംഹാരാദികൾ ചെയ്യപ്പെടുന്നത്, അത് ഈശ്വരൻ. അപ്പൊ ജഗത്തുണ്ടോ, ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. ജഗത്തുള്ളപ്പോഴാണ് ഹേതു ആത്മ ഈശ്വരഭാവം. ആർക്ക്? ബ്രഹ്മത്തിന്. നിർഗുണ നിരാകാരമായിരിക്കുന്ന, ഒന്നിനും ഹേതുവല്ലാത്ത, എല്ലാറ്റിൽ നിന്നും വിലക്ഷണമായിരിക്കുന്ന ആ ബ്രഹ്മത്തില് ഈ ജഗത്ത് ആരോപിതമായിരിക്കുമ്പോഴാണ് ആ ബ്രഹ്മത്തിന് ആത്മാഭാവം, ഈശ്വരഭാവം, ഹേതുഭാവം.
നിങ്ങളുടെ സ്വപ്നത്തിലെ ദൃശ്യങ്ങളുടെയൊക്കെ ഹേതു നിങ്ങളുടെ മനസ്സാണ്. എന്നാൽ സ്വപ്ന ദൃശ്യങ്ങൾ പാരമാർത്ഥികമായിട്ട് വാസ്തവമാണോ ചോദിച്ചാൽ ഇല്ല. അപ്പൊ മനസ്സിന് ഹേതുത്വം ഉണ്ടോ? ഇല്ലാത്ത വസ്തുവിന് എന്ത് ഹേതു? ഉണ്ടെന്ന് തോന്നിയപ്പോ ഹേതുണ്ട്. സ്വപ്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിയപ്പോ അതിന്റെ ഹേതു ആരാണെന്ന് അന്വേഷിക്കുമ്പോ അതാണ് മനസ്സ്. അതിന്റെ ആത്മാവും മനസ്സ് തന്നെ, അതിന്റെ ഈശ്വരനും മനസ്സ് തന്നെ എന്ന് പറയാം. ഇനി ഏകസ്ത്വമേവ സദസത് ദ്വയമദ്വയം ച സ്വർണം കൃതാകൃതമിവേഹന വസ്തുഭേദ. ഏകനായ അങ്ങ് തന്നെയാണ് സത്വം അസത്വമായിരിക്കുന്നത്, സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്നതും, ദ്വയവും അദ്വയവും, നാനാത്വമായി കാണപ്പെടുന്നതും വാസ്തവത്തിൽ ഏകമായിരിക്കുന്നതും. ഏതുപോലെയാണ് സ്വർണം അതിനാൽ നിർമ്മിക്കപ്പെട്ട ആഭരണങ്ങളെല്ലാം ആയിരിക്കുന്നു, എന്നാൽ അതിൽ നിന്ന് അന്യമായി സ്വർണം സ്വർണമായും ഇരിക്കുന്നു. വാസ്തവത്തിൽ വസ്തുഭേദം ഇല്ല. ജ്ഞാനദൃഷ്ട്യ പരമാർത്ഥിക ദൃഷ്ട്യ വസ്തുഭേദ ന. അജ്ഞാനതസ്ത്വയി ജനൈർ വിഹിതോ വികൽപ്പോ യസ്മാത് ഗുണൈർ വ്യതികരോ നിരുപാധികസ്യ. അജ്ഞാനം കൊണ്ടാണ് ജനങ്ങളാൽ ത്വയി വികൽപ്പ വിഹിത, അങ്ങയിൽ വികൽപ്പങ്ങൾ, ഭേദഭാവനകൾ, നാനാത്വം വിഹിതമായിരിക്കുന്നത്, കൽപ്പിതമായിരിക്കുന്നത്. യസ്മാ ഗുണൈർ വ്യതികരോ നിരുപാധികസ്യ. അങ്ങ് നിരുപാധികനാണ്. നിരുപാധികനായിട്ടുള്ള അങ്ങയിൽ, ഉപാധിരഹിതനായിരിക്കുന്ന അങ്ങയിൽ ഗുണവ്യതികരങ്ങൾ അഥവാ ഗുണങ്ങൾ ഹേതുവായിട്ടുള്ള ഭേദം അജ്ഞാനം കൊണ്ട് കൽപ്പിക്കപ്പെട്ടതാകുന്നു. ഇത്രയുമാണ് നമ്മൾ ഇന്നലെ കണ്ടു നിർത്തിയത്. ഇനി തുടർന്ന് ത്വാം ബ്രഹ്മ കേചിതവയന്ത്യുധർമ്മമേകേ ഏകേ പരം സദസദോഹോ പുരുഷം പരേശം അന്യേ വയന്തി നവശക്തിയുതം പരം ത്വാം കേചിത് മഹാപുരുഷമവ്യയമാത്മതന്ത്രം. ത്വാം ബ്രഹ്മ കേചിതവയന്ത്യുധർമ്മമേകേ ഏകേ പരം സദസദോഹോ പുരുഷം പരേശം അന്യേ വയന്തി നവശക്തിയുതം പരം ത്വാം കേചിത് മഹാപുരുഷമവ്യയമാത്മതന്ത്രം. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി എന്ന വേദവാക്യം. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. സത്തേകമാകുന്നു, സത്യമൊന്നാകുന്നു. അതിനെ ഓരോ സത്യാന്വേഷികളും, വിപ്രന്മാർ എന്ന് പറയുമ്പോൾ വിവേകമുള്ളവർ, വിദ്വാൻമാർ, പണ്ഡിതന്മാർ, ഋഷികൾ, അവര് ബഹുധാ വദന്തി, പല പ്രകാരത്തിൽ പറയുന്നു. അപ്പൊ ഓരോരുത്തരും അവരവരുടെ ദൃഷ്ടിയിലൂടെയാണ് ഈ സത്തിനെ പല പേരിൽ വിളിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോന്നാണ്. സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ, അതുപോലെയുള്ളതായിട്ടുള്ള വിവിധങ്ങളായ ദർശനങ്ങൾ. ഓരോ ദാർശനികന്മാരും ഈ പ്രപഞ്ചത്തിന്റെ കാരണമായ വസ്തുവിനെ പല പേരിലാണ് വിളിക്കുന്നത്. അപ്പൊ അതുതന്നെയാണ് ഇവിടെ 9ാമത്തെ ശ്ലോകത്തില് പറയുന്നത്. ത്വാം അങ്ങയെ, ഏകനായ അങ്ങയെ, കേചിത് ചിലര് എന്നാണ്, ബ്രഹ്മ ഇതി അവയന്തി. ത്വാം ബ്രഹ്മ കേചിത് അവയന്തി. അപ്പൊ കേചിത് ഒരു കൂട്ടര് ത്വാം ബ്രഹ്മ അവയന്തി, ബ്രഹ്മം എന്ന് അറിയുന്നു. അവയന്തി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നു, അറിയുന്നു എന്നൊക്കെയാണ്. അപ്പൊ ആരാണ് ഈ ബ്രഹ്മം എന്നറിയുന്നത്? ഉപനിഷത്തുകളിൽ വേദാന്തികളായിരിക്കുന്ന ആളുകള്, ഋഷികൾ, ഉപനിഷത്ത് ഋഷികള്, വേദാന്തികളായിരിക്കുന്ന ആളുകള് അതിനെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു. ഉപനിഷത്തിന്റെ ഭാഷയാണ് പ്രപഞ്ചത്തിന്റെ കാരണത്തെ ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. സദേവ സൗമ്യ ഇതമഗ്ര ആസീത് ഏകമേവാദ്വിതീയം ബ്രഹ്മ എന്ന് ഒരു ഋഷി പറയുമ്പോൾ
മറ്റൊരു ഋഷി സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ, അല്ലെങ്കിൽ യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തദ്വിജിജ്ഞാസസ്വ തദ്ബ്രഹ്മേതി എന്നൊരു ഋഷി. വേറൊരു ഋഷി സർവം ഖൽവിതം ബ്രഹ്മ. ഇങ്ങനെ ഓരോ ഋഷിമാരും ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണത്തെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു. അത് ഉപനിഷത്ത് ഋഷികളാണ്, വേദാന്തികളാണ്. അപ്പോ കേജിത് എന്ന് പറഞ്ഞാൽ കേജിത് വേദാന്തിന, വേദാന്തം പറയുന്നവർ, ഉപനിഷത്ത് ഋഷികൾ അങ്ങയെ ബ്രഹ്മ ഇതി അവയന്തി. ഉത ധർമ്മം ഏകേ. ഇവിടെ ഏകേ എന്നുള്ളത് ലോപിച്ച് ധർമ്മമേക എന്ന് ആയിപ്പോകുന്നതാണ്. അത് സന്ധിയില് വരുന്ന നിയമമാണ്. അപ്പൊ നമ്മൾ പിരിച്ചു ചൊല്ലുമ്പോ ഏകേ എന്ന് തന്നെ ചൊല്ലാം. ഒന്നിച്ചു ചൊല്ലുകയാണെങ്കിൽ ത്വാം ബ്രഹ്മകേചിതവയന്ത്യുത ധർമ്മമേക ഏകേ പരം സതസതോ പുരുഷം പരേശം അന്യേ വയന്തി നവശക്തിയുതം പരം ത്വാം കേചിൻ മഹാപുരുഷമവ്യയമാത്മതന്ത്രം എന്ന് ഒന്നിച്ചു ചൊല്ലുമ്പോ ധർമ്മമേക മതി. പിരിച്ചു ചൊല്ലുമ്പോ ത്വാം ബ്രഹ്മകേചിതവയന്ത്യുത ധർമ്മമേകേ ഏകേ പരം സതസതോ പുരുഷം പരേശം. അപ്പോ ഏകേ ധർമ്മം ഇതി. ധർമ്മം എന്ന് പറയുന്നത് മീമാംസകന്മാർ എന്ന് പറഞ്ഞാൽ കർമ്മം പ്രധാനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നവർ, ജൈമിനീയ സമ്പ്രദായത്തിലുള്ള ആളുകൾ. പൂർവമീമാംസ എന്ന് പറയുന്ന കർമ്മത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നവർ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്, ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ധർമ്മത്തിൽ നിന്നാണ്. എന്താ പറയുക, നമ്മള് ധർമ്മത്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, എല്ലാറ്റിനെയും ധരിച്ചു നിൽക്കുന്നത്. ആ നിയമങ്ങളാണ്, കർമ്മ നിയമങ്ങളാണ് എല്ലാറ്റിനെയും ധരിച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നവരാണ് മീമാംസകന്മാർ. അപ്പൊ അവരെയാണ് ഏകേ ധർമ്മം. ഒരു കൂട്ടര് ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണത്തെ ധർമ്മം എന്ന് വിളിക്കുന്നു. ഈശ്വരന്റെ പര്യായം തന്നെയാണ് ധർമ്മം. ധർമ്മത്തിലാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ആ ഒരു വ്യവസ്ഥ തന്നെയാണ്. ഭഗവാന്റെ ആ ഒരു നിയമവ്യവസ്ഥയിലാണ് ഈ ലോകം നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നു. അത് തന്നെയാണ് മീമാംസകന്മാർക്ക് ധർമ്മം. ഏകേ പരം സതസതോഹോ പുരുഷം പരേശം. ഏകേ, വേറെ ചിലര് സതസതോഹോ പരം പുരുഷം പരേശം. സതസതോഹോ പരം, സത്തിനും അസത്തിനും പരമായിരിക്കുന്നത്. സത്ത് സ്ഥൂലം, അസത്ത് സൂക്ഷ്മം. അതിന് പരം എന്ന് പറഞ്ഞാൽ കാരണം, അതിനും ഭിന്നമായിരിക്കുന്നത് എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ സ്ഥൂല സൂക്ഷ്മങ്ങൾക്കും അപ്പുറത്ത് കാരണമായിരിക്കുന്ന പുരുഷം പരേശം, പുരുഷനെന്നും പരേശനെന്നും ഒക്കെ വിളിക്കുന്ന ആരാണ്? സാഖ്യന്മാര്. അപ്പൊ സാഖ്യന്മാരെന്ന് വിളിക്കുന്നവര് സ്ഥൂല സൂക്ഷ്മങ്ങളായി കാണപ്പെടുന്ന എല്ലാറ്റിന്റെയും കാരണമായിരിക്കുന്ന, ഇവിടെ പരേശൻ എന്ന് പറയുമ്പോൾ പരയുടെ ഈശൻ. പര എന്നുള്ളത് പ്രകൃതിയാണ്. അപ്പൊ പ്രകൃതിയുടെ നാഥനായ പുരുഷൻ എന്ന് സാഖ്യന്മാർ പറയുന്നു. അതാണ് ഏകേ സതസതോഹോ പരം പുരുഷം പരേശം ഇതി അവയന്തി. അപ്പൊ സാഖ്യന്മാരുടെ ദർശനം അവര് കാണുന്നത് ഈ ഒരു ഭാവത്തിലാണ്. അന്യേ അവയന്തി നവശക്തി യുധം പരം ത്വാം. അന്യേ, വേറെ ചിലർ അവയന്തി അറിയുന്നു. എങ്ങനെ അറിയുന്നു? നവശക്തിയുധം പരം ത്വാം, അങ്ങയെ 9 ശക്തികളോടുകൂടിയ പരൻ എന്ന് വിളിക്കുന്നു. അതവിടെ ഈശ്വരനായി ഉപാസിക്കുന്ന നാരദ പഞ്ചരാത്രം മുതലായിട്ടുള്ള തന്ത്രങ്ങളിലൂടെ, തന്ത്രശാസ്ത്രങ്ങളിലൂടെ ഉപാസിക്കുന്നവര് ഈ ഈശ്വരന് 9 ശക്തികൾ കൽപ്പിച്ചിരിക്കുന്നു. അതാണ് നവശക്തിയുതം എന്നുള്ളത്. അപ്പോ നാരദന്റെ പഞ്ചരാത്രം മുതലായ തന്ത്രശാസ്ത്രങ്ങളിലാണ് ഈശ്വരൻ ഇങ്ങനെ 9 ശക്തികളെ കൽപ്പിച്ചിരിക്കുന്നത്. വിമല, ഉത്കർഷിണി, ജ്ഞാന, ക്രിയ, യോഗ, പൃഥ്വി, സത്യ, ഈശാന, അനുഗ്രഹ, ഇങ്ങനെ 9 ശക്തികള് ഈശ്വരന് കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള 9 ശക്തികളോട് കൂടിയതായിട്ടുള്ള പരമേശ്വരനാണ് എന്ന്
താന്ത്രികന്മാർ പറയുന്നു എന്ന് പറയാം. ഈശ്വരനെ ആരാധിക്കുന്ന, പൂജിക്കുന്നതായിട്ടുള്ള തന്ത്രവിധാനങ്ങളെ കൊണ്ട് പൂജിക്കുന്നതായിട്ടുള്ള ആളുകള് പരമേശ്വരൻ, 9 ശക്തിയോടുകൂടിയ പരമേശ്വരൻ എന്ന് അങ്ങയെ വിളിക്കുന്നു. കേജിൻ മഹാപുരുഷം അവ്യയം ആത്മതന്ത്രം. വേറെ ചിലര് കേജിത് മഹാപുരുഷം എന്ന് പറഞ്ഞാല് പൂർണ്ണ സ്വതന്ത്രനായിരിക്കുന്ന, വികാരരഹിതനായിരിക്കുന്ന ആ തത്വമായിട്ട്, മഹാപുരുഷനായിട്ട് വേറെ ചിലർ അറിയുന്നു. അപ്പോ പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തിലും മറ്റുമൊക്കെ ഉള്ളതായിട്ടുള്ള ഈശ്വരനെ കുറിച്ചിട്ടുള്ള കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. കേജൻ മഹാപുരുഷം അവ്യയം അവിടെ അവ്യയം എന്ന് പറഞ്ഞാല് വ്യയരഹിതൻ, നാശരഹിതൻ, അവികാരി, ആത്മതന്ത്രൻ, സ്വതന്ത്രൻ, തന്നിൽ തന്നെ ഉറച്ചിരിക്കുന്നവൻ, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാത്തവൻ, പൂർണ്ണ സ്വതന്ത്രനായിരിക്കുന്നവനും അവ്യയനുമായിരിക്കുന്ന, നാശരഹിതൻ, വികാരരഹിതനായിരിക്കുന്ന മഹാപുരുഷൻ എന്ന് കേജിത് അവയന്തി വേറെ ചിലർ പറയുന്നു. അപ്പോ യോഗ ആചാര്യന്മാർ, യോഗികൾ, പതഞ്ജലിയെ പിന്തുടരുന്നവർ, പതഞ്ജലി മുതലായ മഹർഷിമാർ അങ്ങയെ ആത്മതന്ത്രനും അവ്യയനുമായ മഹാപുരുഷൻ എന്ന് പറയുന്നു. ഇത് ഏതാനും എക്സാമ്പിൾസ് എടുത്ത് പറഞ്ഞതാണ്, ഉപലക്ഷണമായി കുറച്ച് പറഞ്ഞതാണ്. ഇതിന് ഇനി പലതായിട്ട് പലരും പറയുന്നു എന്ന് പറയാം. അപ്പോ ശാക്തയന്മാർക്ക് പരാശക്തിയാണ്, അല്ലെ? ഗാണപത്യന്മാർക്കത് ഗണപതി തത്വമാണ്. സുബ്രഹ്മണ്യ ഭക്തന്മാർക്കത് കുമാരനാണ്, കൗമാരമതം, അല്ലെ? അവർക്ക് കുമാരനാണ്. സൂര്യനെ ആരാധിക്കുന്നവർക്ക് ആ ശക്തി സൂര്യനാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരിൽ പറയാം. ശൈവന്മാർക്ക് ശിവനാണ്, വൈഷ്ണവന്മാർക്ക് വിഷ്ണുവാണ്. ഇതിങ്ങനെ പലതായി പറയുന്നതിന് ഇവിടെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഈ പ്രപഞ്ചത്തിന് പരമകാരണം ഒന്നേ ഉള്ളൂ, അതിപ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്ന അങ്ങാണ് എന്നാണ് മഹാദേവൻ മഹാവിഷ്ണുവിനെ നോക്കി സ്തുതിക്കുന്നത്. ആകെ ഒരു കാരണേ ഉള്ളൂ, അങ്ങ് തന്നെയാണ്. ആ അങ്ങയെ ശരിക്കറിയാത്തത് കൊണ്ടാണ് ഓരോരുത്തരും ഓരോന്ന് പറയുന്നത് എന്ന് പറയാം. അന്തർ ആനയെ കണ്ട പോലെ എന്നും വേണമെങ്കിൽ പറയാം, അല്ലേ? അന്ധരായിട്ടുള്ള ആളുകള് ആനയെ കാണുന്നത് എങ്ങനെയാണ്? തപ്പിത്തടഞ്ഞിട്ടാണ്. അപ്പൊ അവര് ആനയുടെ ഓരോ അവയവങ്ങളിൽ പിടിച്ച് ആന അങ്ങനെയാണ് എന്ന് പറഞ്ഞ് വാദിക്കുകയാണ്, വാശിയോടുകൂടി വാദിക്കുകയാണ്. ഹേയ്, ഞാൻ തൊട്ടറിഞ്ഞതാണ് ആനയെ, എന്റെ ആന ചൂല് പോലെയാണ്, എന്റെ ആന മുറം പോലെയാണ് എന്ന് വേറൊരു കൂട്ടർ ബലമായിട്ട് വാദിക്കുന്നു. എന്റെ ആന തൂണുപോലെയാണ്. ഇങ്ങനെ ഓരോരുത്തരും ആനയുടെ ഓരോ അവയവങ്ങളിൽ പിടിച്ച്, അവരൊക്കെ പിടിച്ചത് ആനയെ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ ആനയെ മുഴുവനായിട്ട് അവര് കണ്ടില്ല. അപ്പൊ അവരൊക്കെ മായാമോഹിതരാണ് എന്നർത്ഥമാണ്. ഈ പറയുന്ന ആളുകളൊക്കെ അവരുടെ വാദങ്ങളിൽ ബലം പിടിച്ചു നിൽക്കുകയും മറ്റുള്ളവരോട് വാദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വാദവും ഞങ്ങൾക്ക് സമ്മതമാണ്, നിങ്ങളുടെ ദിശയിൽ നിന്ന് നോക്കുമ്പോൾ, നിങ്ങളുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് ശരി തന്നെയാണ്, ഞങ്ങളുടെ തലത്തിൽ നിന്ന് ഞങ്ങൾ ഈ ഒരു പുതിയ പേര് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് സമ്മതം എന്ന് പറയണമെങ്കിൽ പൂർണ്ണമായിട്ട് കാണണം. ആനയെ മുഴുവനായിട്ട് കണ്ടിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ ആളുകളുടെ വാദങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും. ഇപ്പൊ മഹാദേവൻ ഈ ഈശ്വര തത്വത്തെ മുഴുവനായി അറിയുന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെയൊക്കെ അംഗീകരിക്കുന്നത്. ഇവരൊക്കെ എങ്ങനെയൊക്കെ പറയുന്നു, പല മതങ്ങൾ അല്ലെങ്കിൽ പല ആചാര്യന്മാർ, പല ഋഷീശ്വരന്മാർ അങ്ങയെക്കുറിച്ച് പല പേരിൽ വിളിക്കുന്നു. അവരൊക്കെ സത്യാന്വേഷികളാണ്. പക്ഷെ അവരൊക്കെ മായ കൊണ്ട് മോഹിച്ച് അങ്ങയുടെ വിവിധ ഭാവങ്ങളിൽ ഒട്ടി നിൽക്കുകയാണ്, ഉടക്കി നിൽക്കുകയാണ്. അതിന്റെ അപ്പുറത്തേക്ക് മുന്നോട്ടേക്ക് പോകുന്നില്ല. അവര് മുന്നോട്ടേക്ക് പോയാലേ മുഴുവൻ കാണാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും കണ്ണ് ഒട്ടിപ്പോയാൽ അത് മാത്രമേ കാണുള്ളൂ, പിന്നെ വേറൊന്നും കാണാൻ അവർക്ക് കഴിവ് നഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെ പലരും വാദിക്കുന്നത് അവരുടെ അല്പമായിട്ടുള്ള ആ ഒരു ദൃഷ്ടിയിലാണ്, അവർ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ള, അതും മായ കാരണമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ സൂചന. അവരൊക്കെ മായാമോഹിതരാണ്, ഭഗവാന്റെ മായയിൽ പെട്ടുകിടക്കുന്നവരാണ് അവര്. ഈ ഭഗവാനെ ശരിക്കും അറിയണമെങ്കിൽ ആ മായയ്ക്ക് അപ്പുറത്തേക്ക് കടക്കണം.
മായാതീതന്മാരായാലേ ഈ പറയുന്ന എല്ലാ ഭേദഭാവനകൾക്കും അപ്പുറത്തേക്ക് കടക്കാൻ കഴിയണമെങ്കിൽ മായയെ തരണം ചെയ്യണം, മായാദൃഷ്ടിയെ, അവിദ്യയെ തരണം ചെയ്യണം എന്നാണ് പറയുന്നത്. ത്വാം ബ്രഹ്മ കേചിതവയന്ത്യുതധർമ്മമേകേ ഏകേ പരം സദസദോഃ പുരുഷം പരേശം അന്യേ വയന്തി നവശക്തിയുതം പരം ത്വാം കേചിന്മഹാപുരുഷമവ്യയമാത്മതന്ത്രം. നാഹം പരായുർഋഷയോ ന മരീചിമുഖ്യാഃ ജാനന്തി യദ്വിരചിതം ഖലു സത്വസർഗാഃ യന്മായയാ മുഷിതചേതസ ഈശദൈത്യമർത്യാദയ കിമുദ ശശ്വതഭദ്രവൃത്താഃ. നാഹം പരായുർഋഷയോ ന മരീചിമുഖ്യാഃ ജാനന്തി യദ്വിരചിതം ഖലു സത്വസർഗാഃ യന്മായയാ മുഷിതചേതസ ഈശദൈത്യമർത്യാദയ കിമുദ ശശ്വതഭദ്രവൃത്താഃ. ഇവിടെ ഒന്നുകൂടെ പറയണു, വലിയ വലിയ ആൾക്കാർക്ക് പോലും അങ്ങയുടെ തത്വം അറിയുന്നില്ല. ആർക്ക്? ഞാനടക്കം എന്ന്. അഹം ന അഹം, അഹം ന ജാനന്തി. ജാനന്തി എന്ന് രണ്ടാമത്തെ വരിയിൽ വരുന്നുണ്ട്. ജാനന്തി എന്ന് പറഞ്ഞാൽ അറിയുന്നു. ന എന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ന അഹം ജാനന്തി, ഞാൻ അറിയുന്നില്ല. പിന്നെ ആരറിയുന്നില്ല? പരായുഹു. പരായുഹു എന്നുള്ളത് ബ്രഹ്മാവിന്റെ പര്യായമാണ്. വലിയ ആയുസ്സോട് കൂടിയവൻ, ദ്വിപരാർദ്ധകാലം ആയുസ്സോട് കൂടിയവൻ. അപ്പൊ പരാർദ്ധായു തന്നെയാണ്, ദ്വിപരാർദ്ധായു തന്നെയാണ് പരായു. പരത്തിന്റെ അർദ്ധം പരാർദ്ധം. അപ്പൊ പരമാണ് ബ്രഹ്മാവിന്റെ ആയുസ്. ഏറ്റവും വലിയ ആയുസ് ബ്രഹ്മാവിന്റെയാണ്. ആയുസ് കണക്കാക്കുകയാണെങ്കിൽ ഉത്ഭവവും നാശവും കണക്കാക്കിയിട്ട് വേണം ആയുസ് കണക്കാക്കാൻ, അല്ലേ? ഉൽപ്പത്തി ഡേറ്റും നാശ ഡേറ്റ്, എക്സ്പയറി ഡേറ്റും കിട്ടിയാൽ മാത്രമേ ഒരു വസ്തുവിന്റെ ആയുസ് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള വസ്തുക്കളിൽ ഏറ്റവും ആദ്യം ഉണ്ടാകുന്നതും ഏറ്റവും അവസാനം നശിക്കുന്നതുമായിട്ടുള്ള ആളാണ് ബ്രഹ്മദേവൻ. പക്ഷെ അങ്ങേർക്കും ഉൽപ്പത്തിയുമുണ്ട് നാശവുമുണ്ട്. അതിനു മുമ്പുള്ളതൊന്നും ബ്രഹ്മാവിനേക്കാൾ വലുതായിരിക്കുന്നതിനൊന്നും എന്തില്ല, ഉൽപ്പത്തിയും നാശവുമില്ലാത്ത വസ്തുവാണ്. അതാണ് ഈശ്വരൻ, പരബ്രഹ്മം. ഉൽപ്പത്തിയും നാശവുമുള്ള ഉള്ളതിൽ വെച്ച്, സൃഷ്ടിജാലങ്ങളിൽ വെച്ച് ഏറ്റവും ആയുസ് കൂടിയവൻ പരായു, ഏറ്റവും ദീർഘായുസ്. ആ പരത്തിന്റെ പകുതിയാണ് പരാർദ്ധം. അത് 2 പരാർദ്ധമാണ് അദ്ദേഹത്തിന്റെ ആയുസ്. ദ്വിപരാർദ്ധം, അല്ലെ? ഒരു പരാർദ്ധം 50 വയസ്സ്, മറ്റൊരു പരാർദ്ധം മറ്റൊരു 50 വയസ്സ്, അങ്ങനെ 100 വയസ്സാണ് ബ്രഹ്മാവിന്റെ ആയുസ്. നമ്മുടെ ഈ കലണ്ടർ അല്ല എന്ന് മാത്രം. നമ്മുടെ ഇപ്പോ ലോകത്തിലുള്ള കലണ്ടറല്ല, ഭൂമിയിലുള്ള കലണ്ടറല്ല ആ കലണ്ടർ. അത് ഇതിനെ എത്രയോ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്, അല്ലെ? ഈ കലണ്ടർ വെച്ച് 365 വർഷമായാലേ ദേവന്മാരുടെ ഒരു വർഷമാവുള്ളൂ. അങ്ങനെയുള്ള 12,000 ദിവ്യ സംവത്സരങ്ങളാണ് ഒരു ചതുർയുഗം. അങ്ങനെയുള്ള 1000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു പകല്. അതേപോലെ 1000 ചതുർയുഗങ്ങൾ രാത്രി. അങ്ങനെ 365 ദിവസം കൂടുമ്പോൾ ബ്രഹ്മാവിന് ഒരു ദിവസം, ഒരു വർഷം, ഒരു വയസ്സാവുന്നു. അങ്ങനെ 100. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കണക്ക് കൂട്ടി ഇതാക്കണം നമ്മൾ. ആ ഒരു കലണ്ടർ ഉണ്ടാക്കണം, ബ്രഹ്മാവിന്റെ കലണ്ടർ. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരായു എന്ന പേര്. ആ പരായു ആയിരിക്കുന്ന ബ്രഹ്മദേവനോ അറിയില്ല. നാഹം ജാനന്തി പരായുഹു അഭി ന ജാനന്തി. പരായുവിനും അറിയില്ല. ഋഷയഃ മരീചിമുഖ്യാഃ ന ജാനന്തി. മരീചിമുഖ്യാഃ ഋഷയഃ. മരീചി, അത്രി, അങ്കിരസ്, വസിഷ്ഠൻ, പുലഹൻ, പുലസ്ത്യൻ മുതലായ ആ ബ്രഹ്മപുത്രന്മാരായിരിക്കുന്ന പ്രജാപതിമാർ, അവരെയാണ് ഇവിടെ മഹർഷികൾ എന്ന് പറഞ്ഞത്. അപ്പോ ആ മരീചി മുഖ്യന്മാരായ പ്രജാപതികളും ന ജാനന്തി.
ഇവരൊക്കെ എങ്ങനെയുള്ളവരാണ്? സത്വസർഗാഹ കലു, സത്വസർഗന്മാരാണ് ഇവര്. സത്വസർഗന്മാരെന്ന് പറഞ്ഞാൽ സത്വഗുണത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ബ്രഹ്മദേവനും മഹാദേവനും ഈ ഋഷിമാരും എല്ലാവരും തന്നെ സത്വഗുണപ്രധാനികളായിട്ടുള്ള ആളുകളാണ്. അവർക്ക് പോലും ന ജാനന്തി എന്ത് യദ് വിരചിതം. യദ് വിരചിതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലീലകള്, ഭഗവാൻ ചെയ്യുന്ന ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ തത്വമോ ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ തത്വമോ ഒന്നും തന്നെ ഞങ്ങൾക്ക് ആർക്കും അറിയാൻ കഴിയില്ല. ഞങ്ങൾ ഇത്രയും എന്താ പറയാ സത്വസർഗങ്ങളാണ്, സൃഷ്ടിയിലെ വെച്ച് ഏറ്റവും കേമന്മാരായിട്ടുള്ള ആളുകളാണ്, പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് പോലും അറിയില്ല. കാരണം എൻ മായയാ മുഷിത ചേതസഹ, അങ്ങയുടെ മായ കൊണ്ട് മുഷിത ചേതസ്സുകളാണ്, മോഷിപ്പിക്കപ്പെട്ട അഥവാ വഞ്ചിക്കപ്പെട്ട മോഹിപ്പിക്കപ്പെട്ട ചേതസ്സുകൾ അന്ധകരണത്തോട് കൂടിയവരാണ്. ഞങ്ങളുടെ മനസ്സും ബുദ്ധിയും ഒക്കെ അങ്ങയുടെ മായയാൽ വ്യാപൃതമായിരിക്കുന്നു, അങ്ങയുടെ മായയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ചിന്തയ്ക്ക് പരിമിതിയുണ്ട്. ഞങ്ങൾക്ക് അങ്ങയുടെ മഹത്വം അറിയാൻ കഴിയില്ല, അങ്ങ് ചെയ്യുന്ന ലീലകളുടെ തത്വം അറിയാൻ കഴിയില്ല, അങ്ങ് ആരാണെന്നും അറിയാൻ കഴിയില്ല. ഹേ ഈശ, അല്ലയോ ഈശ്വര, ദൈത്യമർത്യാദയ കിമുത ശശ്വത അഭദ്രവൃത്താഹ. അപ്പൊ ഞങ്ങളെ മായ കൊണ്ട് മുഷിത ചേതസ്സുകളാണെങ്കിൽ, അല്ലയോ ഈശ, ഈശ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഈശിക്കുന്നവനെ, മായ കൊണ്ട് ഞങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നവനെ, ദൈത്യമർത്യാദയ കിമുത, കിമുത കൈമുതിക ന്യായം എന്ന് പറയണം. ആ കൈമുതിക ന്യായം പറയേണ്ടതുണ്ടോ എന്നാണ് കൈമുതിക ന്യായം. അപ്പൊ കിമുത എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ടതുണ്ടോ? ആരുടെ കാര്യം? ദൈത്യമർത്യാദയ, ദൈത്യന്മാരുടെയും മർത്യന്മാരുടെയും കാര്യം പറയേണ്ടതുണ്ടോ? കാരണം അവരെങ്ങനെയുള്ളവരാണ്? ശാശ്വത അഭദ്രവൃത്താഹ, ശാശ്വത എല്ലായ്പ്പോഴും അഭദ്രവൃത്താഹ, അഭദ്രമായ പ്രവൃത്തികളോട് കൂടിയവരാണ്, പാപവൃത്തികളോട് കൂടിയവരാണ്, അഥവാ അശോഭനമായ പ്രവൃത്തികളോട് കൂടിയവരാണ്. എന്തുകൊണ്ട്? രജോ ഗുണവും തമോ ഗുണവും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട്. ദൈത്യന്മാരും മർത്യന്മാരും അധികം തമോ ഗുണവും രജോ ഗുണവും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തിയൊക്കെ പാതി ഇരുട്ടത്താണ്. ഇരുട്ടത്ത് തപ്പുന്നവരാണ് ഈ ദൈത്യന്മാരും മർത്യന്മാരും. ഞങ്ങൾ നല്ല വെളിച്ചത്ത് പണിയെടുക്കുന്നവർക്കേ ഞങ്ങൾക്ക് മുഴുവൻ കാണാനുള്ള കഴിവില്ല. ഈശ്വരന്റെ തത്വം, ഈശ്വരന്റെ ലീലകൾ, ഈശ്വരന്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദികളുടെ രഹസ്യം, ഇതൊന്നും ഈ സത്വഗുണപ്രധാനികളായിരിക്കുന്ന ബ്രഹ്മദേവനോ മരീചി മുഖ്യന്മാരായിട്ടുള്ള ഋഷിമാർക്കോ എനിക്കോ പോലും അറിയുന്നില്ല. കാരണം ഞങ്ങളൊക്കെ അങ്ങയുടെ മായ കൊണ്ട് മുഷിത ചേതസ്സുകളാണ്. അതുകൊണ്ട് അങ്ങയുടെ വിരചിതം എന്താണെന്ന് അറിയുന്നില്ല. ന ജാനന്തി. അപ്പൊ പിന്നെ ദൈത്യമർത്യാദയ കിമുത, ദൈത്യന്മാരുടെയും മർത്യന്മാരുടെയും കാര്യം പറയേണ്ടതുണ്ടോ എന്ന് കൈമുതിക ന്യായേന ചോദിക്കുകയാണ്. അപ്പൊ നമ്മളും ഭഗവാനെ അറിയണമെങ്കിൽ എന്താ വഴി? ഇപ്പോ എന്നും ദൈത്യന്മാരും മർത്യന്മാരുമായിട്ടിരുന്നാൽ പറ്റുമോ? എന്താണ് നമ്മളെ ദൈത്യന്മാരും മർത്യന്മാരും ഒക്കെ ആക്കുന്നത്? തമോ ഗുണവും രജോ ഗുണവുമാണ്. അപ്പൊ ആ ഗുണങ്ങളെ അതിക്രമിച്ചാൽ മാത്രമേ, അതിന് ആദ്യം സത്വഗുണത്തെ വർദ്ധിപ്പിക്കണം. സത്വഗുണത്തെ വർദ്ധിപ്പിച്ചാൽ ഇതുപോലെ ഋഷിമാരെ പോലെ ബ്രഹ്മദേവനെ പോലെയൊക്കെ ആയിട്ട് ഉയരാം. കുറച്ച് എൻലൈറ്റൻഡ് ആയിട്ടുള്ള പദവികളിലേക്ക് വരാം. അതും കഴിഞ്ഞ് ഗുണാതീതരായാൽ മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയുള്ളൂ. ബ്രഹ്മവിദ് ബ്രഹ്മൈവ, ബ്രഹ്മത്തിന് മാത്രമേ ബ്രഹ്മത്തെ അറിയാൻ കഴിയുള്ളൂ. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് മാത്രമേ ബ്രഹ്മത്തെ അറിയാൻ കഴിയുള്ളൂ. ആ തന്റെ സ്വരൂപം ഇതാണ് എന്ന് സാക്ഷാത്കരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ഈശ്വരന്റെ യഥാർത്ഥ സ്വരൂപം എന്തെന്ന് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഒരു മായ കൊണ്ട് മോഹിതരായിട്ടുള്ളവർക്കൊന്നും ഈശ്വരന്റെ യഥാർത്ഥ സ്വരൂപം, തത്വം അറിയാൻ സാധ്യമല്ല. ഈശ്വരന്റെ വിരചിതമായിരിക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ കഴിയില്ല.
എല്ലാവരും മായയുടെ അധീനരാണ്, മായ അതീതന്മാരല്ല. അപ്പൊ അറിയണമെങ്കിൽ മായ എന്ന പുതപ്പിന്റെ പുറത്തേക്ക് തലയിടാൻ കഴിയണം. മായയാകുന്ന കമ്പളത്താൽ നമ്മളൊക്കെ മൂടപ്പെട്ടിരിക്കണം. ഇതിന്റെ ഉള്ളിലിരുന്നിട്ടാണ് നമ്മുടെയൊക്കെ വ്യാപാരം. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ പുറത്തേക്ക് തലയിടാറാവണം, അല്ലെ? ഈ കമ്പളത്തിന്റെ പുറത്തേക്ക് തലയിടാൻ കഴിയണം. അതിന് മായയെ ജയിക്കണം. അതിന് ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം. അപ്പോ നാഹം പരായുർ ഋഷയോ നമരീചി മുഖ്യാഃ ജാനന്തി യദ്വിരചിതം ഖലു സത്വസർഗാഃ യന്മായയാ മുഷിതചേതസ ഈശ ദൈത്യമർത്യാദയ കിമുദ ശശ്വത ഭദ്രവൃത്താഃ. സത്വം സമീഹിതമദസ്ഥിതി ജന്മനാശം ബോധേഹിതം ച ജഗതോ ഭവബന്ധമോക്ഷൗ വായുർയദാ വിശതി ഖം ച ചരാചരാഖ്യം സർവം തദാത്മകതയാവഗമോ വരുംസേ. സത്വം സമീഹിതമദസ്ഥിതി ജന്മനാശം ഭൂതേഹിതം ച ജഗതോ ഭവബന്ധമോക്ഷൗ വായുർയദാ വിശതി ഖം ച ചരാചരാഖ്യം സർവം തദാത്മകതയാവഗമോ വരുംസേ. സഹ ത്വം അവരുംസേ. ആ അങ്ങ് മാത്രം വേണ്ടതുപോലെ അറിയുന്നു. അവരുംസേ എന്നുള്ളത് അറിയുന്നു എന്നുള്ളതായിട്ടുള്ള ഒരു പ്രയോഗമാണ്. അപ്പൊ സഹത്വം അവരുംസേ, ഓൺലി യു, അങ്ങേക്ക് മാത്രം അറിയാം. അങ്ങെല്ലാം അറിയുന്നു. കാരണം അങ്ങ് ആരാണ്? അവഗമഃ എന്ന് പറയുന്നുണ്ട്. തദാത്മകതയ അവഗമഃ. അവഗമം എന്ന് പറഞ്ഞാൽ അവഗമസ്വരൂപനാണ് അങ്ങ്. അവഗതി എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. അപ്പൊ ജ്ഞാനസ്വരൂപനായിട്ടുള്ള യാതൊരു കലർപ്പുമില്ലാത്ത പരിശുദ്ധമായ ബോധസ്വരൂപനാണ് അങ്ങ്. ജ്ഞാനസ്വരൂപനാണ്, ശുദ്ധജ്ഞാനസ്വരൂപനാണ്. അതുകൊണ്ട് അങ്ങയ്ക്ക് ഇതെല്ലാം അറിയാൻ കഴിയും. അങ്ങയിൽ മായയുടേതായിട്ടുള്ള സത്വഗുണത്തിന്റെ ലേശം പോലും ഇല്ല. ഞങ്ങളൊക്കെ സത്വഗുണം കൊണ്ട് ബാധിക്കപ്പെട്ടവരാണ്. ദൈത്യന്മാരും മർത്യന്മാരും മറ്റുമൊക്കെ രജോ ഗുണം കൊണ്ടും തമോ ഗുണം കൊണ്ടും ബാധിക്കപ്പെട്ടവരാണ്. എന്നാൽ അങ്ങാകട്ടെ ഇതിനൊക്കെ അതീതനാണ്. ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതനാണ്. അവഗമസ്വരൂപനാണ്, അഥവാ ജ്ഞാനസ്വരൂപനാണ്. യാതൊരു തരത്തിലുള്ള മങ്ങലും വെളിച്ചക്കുറവും നിഴലും ഇരുട്ടും ഒന്നുമില്ലാത്ത, എല്ലാം അറിയുന്ന ശുദ്ധപ്രകാശമാകുന്നു. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശസ്വരൂപമാകുന്നു, ജ്ഞാനമൂർത്തിയാകുന്നു അങ്ങ്. അതുകൊണ്ട് അങ്ങയ്ക്കെല്ലാം അറിയാം. അപ്പോ വേറെ ആര് അറിയുന്നു എന്നാണെങ്കിൽ വേറെ ആർക്കും ഭഗവാനൊഴികെ ഭഗവാന്റെ രഹസ്യങ്ങൾ വേറെ ആർക്കും അറിയാൻ കഴിയില്ല. ഭഗവാന് മാത്രമേ, ഈ ഗുണാതീതരായിരിക്കുന്നവർക്ക് മാത്രമേ ഇതറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന ശബ്ദത്തിന് മറ്റൊരു നിർവചനമുണ്ടല്ലോ. ഒന്ന് ഐശ്വര്യാദി 6 ഗുണങ്ങൾ പൂർണ്ണമായിരിക്കുന്നവൻ. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്സ്ത്രിയഃ ജ്ഞാനവൈരാഗ്യയോരേതേ ഷണ്ണാം ഭഗ ഇതീരണ. മറ്റൊരു അർത്ഥത്തില് ഉൽപ്പത്തിം ച വിനാശം ച ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാനിതി എന്നുള്ള ഭഗവാൻ എന്ന നിർവചനം രണ്ടാമത്തെ നിർവചനം. മറ്റത് ഭഗങ്ങളുള്ളവൻ ഭഗവാൻ. ഇവിടെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനവാൻ എന്നർത്ഥമാണ്. അവഗമഃ, ജ്ഞാനവാൻ. ജ്ഞാനവാൻ എന്ന് പറഞ്ഞാൽ എന്തിനെയൊക്കെ കുറിച്ച് അറിയണം? ഉൽപ്പത്തിം ച വിനാശം ച ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാൻ ഇതി. ഈ ഭൂതങ്ങളുടെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിജാലങ്ങളുടെ മുഴുവൻ ഉൽപ്പത്തി, വിനാശം, ആഗതി, ഗതി, അതുപോലെ വിദ്യ, അവിദ്യ, ഇവയുടെയൊക്കെ യഥാർത്ഥ സ്വരൂപം നല്ലതുപോലെ ആരറിയുന്നുവോ, ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ ആർക്ക് അറിയാമോ,
എല്ലാ രഹസ്യങ്ങളും എല്ലാ തത്വങ്ങളും ആർക്ക് പകൽ പോലെ വ്യക്തമായിരിക്കുന്നുവോ അവനെ ഭഗവാനെന്ന് വിളിക്കാം. അപ്പൊ ഇങ്ങനെ ഈ സത്യം സാക്ഷാത്കരിച്ച മഹാത്മാക്കളെയാണ് നമ്മൾ ഭഗവാൻ എന്ന ശബ്ദം കൊണ്ട് വിളിക്കുന്നത്. ഭഗവാൻ വേദവ്യാസൻ, ഭഗവാൻ വസിഷ്ഠൻ, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ, അല്ലേ? ഭഗവാൻ എന്ന ശബ്ദം കൊണ്ട് ശങ്കരാചാര്യരെ ഒക്കെ വിളിക്കുന്നു നമ്മൾ. അവരൊക്കെ ഈ സത്യം സാക്ഷാത്കരിച്ചവരാണ്. അവർ ഈ ഉൽപ്പത്തി, വിനാശം, വിദ്യ, അവിദ്യ, ആഗതി, ഗതി ഇതെല്ലാം അറിയുന്നവരാണ്. അതുകൊണ്ട് അവരും ഭഗവത് സ്വരൂപികളാണ്. അവർക്ക് വ്യക്തിത്വം ഇല്ല. അവരെ നമ്മൾ പല പേരിട്ട് വിളിക്കുകയാണ്. അവർക്ക് സ്വയമായിട്ട് ഈശ്വരനിൽ നിന്ന് ഭിന്നമായിട്ടൊരു ഭാവം ഇല്ല. അവർ ഈശ്വര സ്വരൂപികളാണ്. അപ്പോ ആ ഭഗവാൻ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന പദമാണിവിടെ അവഗമഃ, ജ്ഞാനസ്വരൂപൻ. അപ്പൊ അവഗമഃ സഹത്വം, അവഗമസ്വരൂപനായ ജ്ഞാനസ്വരൂപനായ അങ്ങ് എല്ലാം അറിയുന്നു. സമീഹിതം, സമീഹിതം എന്ന് പറഞ്ഞാൽ സമ്യക് ഈഹിതം, അങ്ങയാൽ ചെയ്യപ്പെട്ടതിന്റെ, സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഒക്കെ അർത്ഥമാണ്. ഈ പ്രപഞ്ചത്തിന്റെ അധഹ, അധഹ എന്ന് പറഞ്ഞാൽ അധസ് ശബ്ദം ഇതം എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഈ ജഗത്തിന്റെ അധഹ സ്ഥിതി ജന്മനാശം, ഈ ജഗത്തിന്റെ സ്ഥിതി, ജന്മം, നാശം, ഉൽപ്പത്തി, വിനാശം, സ്ഥിതി, ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചും ഭൂതേഹിതം ച, ഭൂതങ്ങളുടെ ഈഹിതം ച പ്രവൃത്തികൾ, ആഗതിം ഗതിം, ഭൂതങ്ങളുടെ പ്രവൃത്തികളാണ് ആഗതി ഗതിയല്ല, വരുന്നതും പോകുന്നതും ചെയ്യുന്നതും എല്ലാം ഭൂതേഹിതം ച. അതുപോലെ ജഗതഃ ഭവബന്ധമോക്ഷൗ, ഈ ജഗത്തിന്റെ ഭവബന്ധം, സംസാരബന്ധം, അതിന്റെ മോക്ഷം, ബന്ധമോക്ഷങ്ങളുടെ രഹസ്യവും, അത് വിദ്യ അവിദ്യ എന്നുള്ളതായിട്ടുള്ള തത്വം. സർവം മുഴുവനും സകലത്തെയും തത് ആത്മകതയാ അവരുംസേ, അതിന്റെയൊക്കെ ഈ ജഗത്തിന്റെ മുഴുവൻ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഈ ഭവബന്ധ മോക്ഷത്തിന്റെയും എല്ലാറ്റിന്റെയും ആത്മകഥയാ, അങ്ങ് തന്നെയാണ് എല്ലാറ്റിന്റെയും ആത്മാവായിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് എല്ലാം അറിയുന്നു. ചരാചരാഖ്യം ഖം ച വായു യഥാ വിശതി, ഉദാഹരണം ആയിട്ട് എപ്രകാരമാണോ ചരവും അചരവുമായിരിക്കുന്ന ശരീരങ്ങളെയും ആകാശത്തെയും വായു യഥാ വിശതി, വായു എപ്രകാരം പ്രവേശിക്കുന്നുവോ അതുപോലെ ചരാചരത്തിൽ കാണപ്പെടുന്ന സകല ശരീരങ്ങളിലും ആര് വ്യാപിച്ചിട്ടുണ്ട്? വായു വ്യാപിച്ചിട്ടുണ്ട്. ആകാശത്തിലും വായു വ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ സകലത്തിലും അതിന്റെ ഇടവെളികളിലും അങ്ങ് വ്യാപിച്ചിരിക്കുന്നു. ഇപ്പൊ വായു ചരാചരങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഇടവെളിയായിരിക്കുന്ന ആകാശത്തിൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആകാശത്തിലും വായുവുണ്ട്, വസ്തുക്കളിലും വായുവുണ്ട്, ഓരോ രൂപങ്ങളിലും വായുവുണ്ട്. എല്ലാറ്റിന്റെയും ഉള്ളിൽ വായു വ്യാപിച്ചിരിപ്പുണ്ട്. അതിന്റെ ഒരു വസ്തുവും ഇല്ലാത്ത ശൂന്യപ്രദേശങ്ങളിലും സ്പേസിലൊക്കെ വായു നിറഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന വായുവിനെ പോലെ അങ്ങ് ഈ ചരാചരാഖ്യമായിരിക്കുന്ന പ്രപഞ്ചത്തിലും അത് കാണാത്ത, അതില്ലാത്ത, ചരാചരങ്ങളില്ലാത്തതായിട്ടുള്ള ശൂന്യദേശങ്ങളിലും അങ്ങ് പ്രവേശിച്ചിരിക്കുന്നു. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിന്റെയും ആത്മാവുമായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയ്ക്ക് എല്ലാം അറിയാം. നമുക്ക് എല്ലായിടത്തും വ്യാപിച്ചാലേ എല്ലാം അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ എന്താ പറയുക, പൊട്ടക്കിണറ്റിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് കിണറ്റിന്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുമോ? നമ്മുടെ അറിവ്, ദൃഷ്ടി എല്ലാം നമ്മൾ പരിമിതപ്പെടുത്തിയിരിക്കണം. എങ്ങനെ? ഈ ഉപാധികളിൽ അഭിമാനിച്ചുകൊണ്ട്. ഈ ദേഹമാണ് ഞാനെന്ന് കരുതി ഈ ദേഹമാകുന്ന പൊട്ടക്കിണറ്റിൽ ഇറങ്ങിക്കിടക്കുകയാണ് നമ്മൾ. അപ്പൊ ഇതിനോട് ബന്ധപ്പെട്ടുള്ള മാത്രമേ നമുക്ക് കാഴ്ചയുള്ളൂ. നമ്മുടെ അറിവ് എന്നുള്ളത് വളരെ പരിമിതമാണ്. നമ്മൾ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നില്ല. നിങ്ങൾക്ക്
നിങ്ങളുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അവിടേക്കൊക്കെ നിങ്ങളുടെ കണ്ണെത്തണം. അപ്പൊ എത്ര ദൂരം നമ്മുടെ കണ്ണെത്താൻ പറ്റുമോ അത്ര മാത്രമേ നമുക്ക് അറിവുള്ളൂ. വിദൂരങ്ങളില് മറവിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഈ ചുമരിന്റെ അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിവില്ല. കാരണം ഞാൻ അവിടെ വ്യാപിച്ചിട്ടില്ല. അപ്പുറത്ത് എന്താ നടക്കണമെങ്കിൽ അവിടെ പോയി നോക്കണം. ആ പരിമിതി ആർക്കില്ല? എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന വിഷ്ണുവിന് ഇല്ല. എല്ലായിടത്തും വ്യാപിച്ചവനാണ് വിഷ്ണു. അപ്പൊ അങ്ങ് എല്ലായിടത്തും വായുവിനെ പോലെ വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങക്ക് എല്ലാം ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉണ്ട്, ഇമ്മീഡിയറ്റ് നോളജ് ഉണ്ട്, ഒരു തടസ്സവുമില്ലാത്ത നോളജ് ഉണ്ട്. നമ്മൾക്ക് പരോക്ഷമായ ജ്ഞാനമേ ഉള്ളൂ പല വിഷയത്തിലും, അല്ലേ? കാരണം നമ്മൾ അവിടെ ഇല്ല. ആരെങ്കിലും പറഞ്ഞു വേണം അറിയാൻ. ആ പരിമിതി ഈശ്വരന്, ഭഗവാന്, വിഷ്ണുവിന് ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. യു ആർ ഓൾ പെർവേസീവ്. അങ്ങ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയ്ക്കെല്ലാം നേരിട്ടറിയാം. എല്ലാറ്റിന്റെയും അകവും പുറവും തിങ്ങി നിറഞ്ഞിരിക്കുന്നു. വളരെ ധ്യാനാത്മകങ്ങളായിട്ടുള്ള ഭാവങ്ങളാണ്, ശ്ലോകങ്ങളാണ്. സത്വം സമീഹിതമതസ്ഥിതിജന്മനാശം ഭൂതേഹിതം ച ജഗതോ ഭവബന്ധമോക്ഷൗ വായുർയദാ വിശദിഖം ച ചരാചരാഖ്യം സർവം തദാത്മകതയാവഗമോ വരുംസേ. അപ്പോ ഉപാധികളിൽ അഭിമാനിക്കുന്ന ദേവതകളാണ് ഞങ്ങളൊക്കെ. മഹാദേവൻ അടക്കം താൻ ദേവതയാണ്. തനിക്കിപ്പോ അഭിമാനമുണ്ട്. ഈ ഉപാധിയിലാണ് ഇപ്പൊ എനിക്ക് അഭിമാനം എന്നുള്ള ഭാവത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ സ്തുതിയല്ല. അദ്ദേഹം ഈശ്വരഭാവത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മഭാവത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടല്ല പറയുന്നത്. തന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് താൻ ഗുണാഭിമാനിയായൊരു ദേവതയാണ് എന്നുള്ള ഭാവത്തിലാണ് ഭഗവാൻ വിഷ്ണുവിനെ എല്ലാ ഗുണങ്ങൾക്കും അതീതനായി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള പരമതത്വമായി വർണ്ണിക്കുന്നു. അങ്ങെല്ലാം അറിയുന്നു. അങ്ങയോളം വളർന്നവർക്ക് എല്ലാം അറിയാം. അങ്ങയുമായി താതാത്മ്യം പ്രാപിച്ചവർക്ക് എല്ലാം അറിയാം എന്നാണ് അതിന്റെ താല്പര്യം. അവതാരാമയാ ദൃഷ്ടാരമമാണസ്യ തേ ഗുണൈഹി സോഹം തദ്ദ്രഷ്ടുമിച്ഛാമി യത്തേ യോഷിത്വപുർധൃതം യേന സമ്മോഹിതാ ദൈത്യാഃ പായിതാശ്ചാമൃതം സുരാഃ തദ്ദിദൃക്ഷവ ആയാദാഃ പരം കൗതൂഹലം ഹിനഃ. അവതാരാമയാ ദൃഷ്ടാ രമമാണസ്യ തേ ഗുണൈഃ സോഹം തദ്ദ്രഷ്ടുമിച്ഛാമി യത്തേ യോഷിത്വപുർധൃതം. മഹാദേവൻ പറയണം, അങ്ങയുടെ ഒരുപാട് അവതാരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് അവതാരാഹ മയാ ദൃഷ്ടാഹ. ഭഗവാന്റെ, വിഷ്ണുവിന്റെ അവതാരങ്ങൾ മയാ ദൃഷ്ടാഹ, എന്നാൽ കാണപ്പെട്ടുണ്ട്. എങ്ങനെയുള്ള അവതാരങ്ങൾ? തേ ഗുണൈഹി രമമാണസ്യ, ഗുണൈഹി രമമാണസ്യ തേ അവതാരാഹ മയാ ദൃഷ്ട. ഗുണങ്ങളെ കൊണ്ട് രമിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സത്വം, രജസ്, തമസ് ഇങ്ങനെയുള്ള ഗുണങ്ങളെ ഭഗവാൻ വേഷം കെട്ടാൻ സ്വീകരിക്കുന്നു. കഥകളിക്കാരെങ്ങനെയാണ് പല വർണ്ണങ്ങളിലുള്ള വേഷം കെട്ടുന്നത്, അല്ലെ? ചുവപ്പ്, പച്ച, കറുപ്പ് മുതലായ വർണ്ണങ്ങളെ കൊണ്ട് അവരുടെ വേഷങ്ങൾ പ്രത്യേകമായിട്ട് അതിന്റെ ആ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു. ഇത് സാത്വിക ഭാവം, ഇത് രാജസഭാവം, ഇത് താമസഭാവം എന്നൊക്കെ കാണിക്കുന്നതായിട്ടുള്ള നിറങ്ങളെ കൊണ്ടാണ് ആ വേഷങ്ങൾ. അപ്പൊ അതുപോലെ ഭഗവാനും തന്റെ വേഷങ്ങൾക്ക് പലതിനും പല ഗുണങ്ങളും സ്വീകരിക്കും. ഇപ്പൊ തിര്യക്ക് അവതാരങ്ങൾ എന്നൊക്കെ പറയുമ്പോ, അല്ലെ, മത്സ്യക്കൂർമ്മ വരാഹാദികളൊക്കെ ആവുമ്പോ അവിടെ ഇത്തിരി തമസിന്റെ നിറം കൂടി കൂട്ടിയിട്ടുണ്ട്. മൃഗങ്ങളല്ലേ, പിന്നെ കുറച്ച് ആ പെയിന്റും ഇരിക്കട്ടെ. അപ്പൊ അവിടെ ഗുണൈഹി രമമാണസ്യ, ഭഗവാന്റെ മുഖ്യ അവതാരങ്ങളും സത്വഗുണപ്രധാനങ്ങളാണ്. അതിൽ ശ്രീകൃഷ്ണ അവതാരം പൂർണ്ണ ശുദ്ധമായിട്ടുള്ള സത്വഗുണമാണ്, ഒരു കലർപ്പുമില്ലാത്ത സത്വഗുണമാണ്.
രാമാവതാരത്തിൽ ക്ഷത്രിയൻ എന്നുള്ള ഭാവമുള്ളപ്പോൾ രജോ ഗുണത്തിന്റെ കലർപ്പുണ്ട്. അതുപോലെ പല അവതാരങ്ങളിലും ഇങ്ങനെ ഗുണൈഹി രമമാണസ്യ, ഗുണങ്ങളെ കൊണ്ട് രമിക്കുന്നവനായ അങ്ങ് സത്വാദി ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് പല അവതാരങ്ങളും സ്വീകരിക്കുന്നത്. ഇനി ഭഗവാന്റെ പല ഋഷികളായിട്ടുള്ള അവതാരങ്ങളുണ്ട് അല്ലേ? 24 അവതാരങ്ങളെ കുറിച്ച് ആദ്യം സൂചിപ്പിച്ചു. പിന്നെ അപ്പൊ ഈ അഷ്ടമസ്കന്ധത്തിൽ വേറെ വിചിത്രങ്ങളായിട്ടുള്ള പുതിയ അവതാരങ്ങളെ കൂടി നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഇതിലൊക്കെ ഗുണങ്ങളുടെ ചെറിയ ചെറിയ നിറഭേദങ്ങൾ കലർന്നിട്ടുണ്ട്. ഭഗവാന്റെ അവതാരങ്ങളെ ഭഗവാൻ നല്ലോണം കളർഫുൾ ആക്കിയിട്ടുണ്ട്. ഓരോ പെയിന്റ് അടിച്ച് വേഷം കെട്ടിയിട്ടുണ്ട്. അതാണ് ഗുണൈഹി രമമാണസ്യത്തെ അവതാരാഹ മയാ ദൃഷ്ട. ഇനി സോഹം, അങ്ങനെയുള്ള ഞാൻ, മുമ്പ് അങ്ങയുടെ പല അവതാരങ്ങളും കണ്ടിട്ടുള്ള ഞാൻ, തദ്ദ്രഷ്ടുമിച്ഛാമി, അത് കാണാൻ ആഗ്രഹിക്കുന്നു. ഏത്? യത്തേ യോഷിദ്വപുഹു ധൃതം, യത്തേ ധൃതം, അങ്ങയാൽ ധരിക്കപ്പെട്ടതായിട്ടുള്ള യോഷിത് വപുഹു, ആ സ്ത്രീരൂപം. ഇതുവരെ അങ്ങ് പല അവതാരങ്ങൾ എടുത്തതിലൊന്നും ഇങ്ങനൊരു സ്ത്രീരൂപത്തെക്കുറിച്ച് ഞാൻ കണ്ടില്ല, കേട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ട് അങ്ങ് ഒരു സ്ത്രീരൂപം എടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ എനിക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ആ അസുരന്മാരെ വഞ്ചിച്ചതോടുകൂടി അങ്ങ് ആ രൂപം മറച്ചു. അപ്പൊ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ആ കേട്ടതായിട്ടുള്ള അങ്ങയുടെ യത് തേ ധൃതം യോഷിത് രൂപം യോഷിത് വപുഹു തത് ദ്രഷ്ടും ഇച്ഛാമി, അങ്ങയാൽ ധരിക്കപ്പെട്ട ആ സ്ത്രീ രൂപമുണ്ടല്ലോ, അത് എനിക്ക് കാണണം, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. യേന സമ്മോഹിതാ ദൈത്യാഹ പായിതാശ്ച അമൃതം സുരാഹ തദ്ദിദൃക്ഷവ ആയാതാഹ പരം കൗതൂഹലം ഹിനഃ. ഇനി ഭഗവാൻ ചോദ്യം ചോദിക്കണ്ട, ഏത് സ്ത്രീരൂപം എന്ന് ഭഗവാൻ തിരിച്ചു ചോദിച്ചാൽ അബദ്ധമല്ലേ? ഈ ലോകത്തിൽ കാണുന്ന എല്ലാ സ്ത്രീരൂപങ്ങളും ഞാൻ തന്നെ എന്ന് ഭഗവാൻ പറഞ്ഞാലോ? അത് പറയാതിരിക്കാൻ വേണ്ടി മുൻകൂർ അല്ലെ അങ്ങോട്ട് തന്നെ ജാമ്യമെടുക്കണം. ഏത് സ്ത്രീരൂപമാണ് താൻ പ്രത്യേകമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്, ആ സ്പെസിഫൈ ചെയ്യണം. എനിക്ക് കാണേണ്ടത് ഇന്ന സ്ത്രീരൂപമാണ്. ഈ ലോകത്തിലുള്ള സകല സ്ത്രീരൂപങ്ങളും അങ്ങയുടെ തന്നെ വേഷം കെട്ടാണ് ഒരു സത്യം പറഞ്ഞാൽ. എങ്കിലും ഇവിടെ എനിക്ക് കാണേണ്ടത് ഈ രൂപമാണ്. ഏന സമ്മോഹിതാഹ ദൈത്യാഹ, ഏതൊരു രൂപം കണ്ടിട്ടാണോ ദൈത്യന്മാർ മോഹിതരായി തീർന്നത്, നന്നായി മോഹിതരായത്. സുരാഹ അമൃതം പായിദാഹാച്ച, സുരന്മാർ ദേവന്മാർ അമൃതം പാനം ചെയ്യിപ്പിച്ചത്, ദേവന്മാര് അമൃതം പാനം ചെയ്യിപ്പിക്കപ്പെട്ടത് ഏതൊരു യോഷിത് രൂപത്താലാണോ? അപ്പൊ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞു, ദേവന്മാരെ വഞ്ചിച്ചതും അസുരന്മാരെ വഞ്ചിച്ചതും ദേവന്മാർക്ക് അമൃതം പാനം ചെയ്യിപ്പിച്ചതുമായിട്ടുള്ള ആ രൂപം. ഇനി ഞാൻ മാത്രമല്ല, കാണാൻ ഗാലറിയിൽ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങയുടെ ഈ വേഷം കെട്ടൊന്ന് കാണാൻ, ഈ കളിയൊന്ന് കാണാനായിട്ട്. തദ്ദിദൃക്ഷവ ആയാതാഹ, ഞാൻ വന്നിട്ടുണ്ട്, എന്റെ ഭാര്യ വന്നിട്ടുണ്ട്, ഇതാ എന്റെ കൂടെ വന്നിരിക്കുന്ന ഭൂതഗണങ്ങളൊക്കെ തദ്ദിദൃക്ഷവ, അങ്ങയുടെ ആ അത്ഭുതമായിട്ടുള്ള ആ യോഷിത് വപുവിനെ കാണാൻ വേണ്ടി ദിദൃക്ഷുക്കളായിട്ട്, കാണാൻ ഇച്ഛയോടുകൂടിയവരായി ആയാതാഹ, ഞങ്ങൾ വന്നു ചേർന്നവരാണ്. പരം കൗതൂഹലം ഹിനഃ, ഞങ്ങളെ നിരാശപ്പെടുത്തരുതേ. നഹ, ഞങ്ങൾക്ക് അസ്മാകം പരം കൗതൂഹലം ഹി, ഉറപ്പായിട്ടും പരമമായിട്ടുള്ള കൗതൂഹലമുണ്ട്, എന്തെന്നില്ലാത്ത ആശ്ചര്യമുണ്ട്, എന്തെന്നില്ലാത്ത കൗതുകമുണ്ട്. ഞങ്ങൾക്ക് അത്രയും ആഗ്രഹമുണ്ട്, ക്യൂരിയസ് ആണ് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. ഈ വന്നിരിക്കുന്നവരൊക്കെ അങ്ങയുടെ ആ രൂപം കാണണം എന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ അപ്പൊ കഴിഞ്ഞു, കാര്യം കഴിഞ്ഞു, ഇനിയൊന്നും ഞാൻ വേഷം കെട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞ് മഹാദേവൻ കെഞ്ചുകയാണ് ഭഗവാന്റെ മുമ്പിൽ അല്ലേ. അങ്ങനെ മഹാദേവൻ തന്റെ പ്രാർത്ഥന വന്ന കാര്യം ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അത് കേട്ടതായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നതെന്ന് ശുകബ്രഹ്മർഷി തുടരുന്നു. ശ്രീശുകവാച ഏവമഭ്യർത്ഥിതോ വിഷ്ണു ഭഗവാൻ ശൂലപാണിന പ്രഹസ്യ ഭാവഗംഭീരം ഗിരിശം പ്രത്യഭാഷത. ശ്രീശുകവാച, ശ്രീശുക ബ്രഹ്മർഷി തുടരുന്നു.
ഏവമഭ്യർത്ഥിതോ വിഷ്ണു ഭഗവാൻ ശൂലപാണിന. ഏവം ശൂലപാണിന അഭ്യർത്ഥിത ഭഗവാൻ വിഷ്ണു. ഇപ്രകാരം ശൂലപാണി, ആരാ ശൂലപാണി? മഹാദേവൻ, ശൂലം പാണിയിലുള്ളവൻ. അപ്പൊ ആ ശൂലപാണിയാൽ അർത്ഥിക്കപ്പെട്ടവൻ, അഭ്യർത്ഥിക്കപ്പെട്ടവനായ ഭഗവാൻ വിഷ്ണു ഭാവഗംഭീരം പ്രഹസ്യ. ഭാവഗംഭീരം, ഉള്ളില് ഒന്ന് ഗംഭീരമായിട്ട്, നല്ല അവസരം, മഹാദേവനെയും ഒന്ന് കളിപ്പിച്ചു കളയാം എന്ന മട്ടില് ഒന്ന് ആഴത്തിലൊന്ന് അഗാധമായൊരു ഭാവത്തില് പ്രഹസ്യ ഒന്ന് ചിരിച്ചിട്ട്, ഇത് ലോകത്തിന് മുഴുവൻ ഒരു പാഠമായിക്കോട്ടെ, ഏതായാലും മഹാദേവനെയും ഒന്ന് വഞ്ചിച്ചു കളയാം, അദ്ദേഹത്തിനെ ഒന്ന് മോഹിപ്പിച്ചു കളയാമെന്ന് വിചാരിച്ച് ലോകത്തിന് മുഴുവൻ അതൊരു പാഠമായിക്കോട്ടെ, എല്ലാവരെയും ജാഗ്രതപ്പെടുത്താനുള്ള ഒരവസരമാക്കിയെടുക്കാം എന്ന് ചിരിച്ചുകൊണ്ട് ഗിരിശം പ്രത്യഭാഷത, ഗിരിശനോട്, പർവ്വതവാസിയായ മഹാദേവനോട് പ്രത്യഭാഷത ഇങ്ങനെ മറുപടി പറഞ്ഞു. ശ്രീഭഗവാനുവാച കൗതൂഹലായ ദൈത്യാനാം യോഷിദ്വേഷോ മയാ കൃതഃ പശ്യതാസുരകാര്യാണി ഗതേ പീയൂഷഭാജനേ തത്തേഹം ദർശയിഷ്യാമി ദിദൃക്ഷോഃ സുരസത്തമ കാമിനാം ബഹുമന്തവ്യം സങ്കൽപ്പപ്രഭവോദയം. ശ്രീഭഗവാനുവാച കൗതൂഹലായ ദൈത്യാനാം യോഷിദ്വേഷോ മയാ കൃതഃ പശ്യതാസുരകാര്യാണി ഗതേ പീയൂഷഭാജനേ. പീയൂഷഭാജനേ ഗതേ സതി, അമൃതപാത്രം പോയപ്പോൾ, നഷ്ടപ്പെട്ടു പോയപ്പോൾ. എപ്പോഴാണത്? പാലാഴി മദനം ചെയ്ത് ധന്വന്തരി മൂർത്തി അമൃതപാത്രവുമായിട്ട് വന്നു. ആ പീയൂഷഭാജനം എന്ന് പറഞ്ഞാൽ അമൃത കലശം. അത് ഗതേ, ഗതയെന്ന് പറഞ്ഞപ്പോ ലോസ്റ്റ്, നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു? അസുരന്മാർ സാമർത്ഥ്യം കാണിച്ച് അടിച്ചുകൊണ്ട് പോയി. അപ്പൊ അതാണ് പീയൂഷഭാജനേ ഗതേ സതി സുരകാര്യാണി പശ്യതാമയ. സുരന്മാരുടെ കാര്യം, ദേവന്മാരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അപ്പൊ അവരുടെ കാര്യം കുറിച്ച് ചിന്തിക്കുന്നവനായ, പശ്യത എന്ന് പറഞ്ഞാൽ കാണുന്നവൻ, ദർശിക്കുന്നവൻ, ചിന്തിക്കുന്നവനായ മയാ എന്നാൽ ദൈത്യാനാം കൗതൂഹലായ യോഷിദ്വേഷഃ കൃതഃ. ആ ദൈത്യന്മാരുടെ കൗതുകത്തിനായിക്കൊണ്ട്, അവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ, അവരെ മോഹിപ്പിക്കാനായിക്കൊണ്ട് യോഷിദ്വേഷഃ കൃതഃ, സ്ത്രീവേഷം എന്നാൽ ചെയ്യപ്പെട്ടു. അപ്പോ ഈ എന്താ പറയുക, വഞ്ചകന്മാരായ ദൈത്യന്മാരെ വഞ്ചിക്കാൻ വേണ്ടി തന്നെ ഞാൻ, അല്ലെ, അവരെക്കാൾ വലിയ മായാവിയായി എന്ന് പറയും. മായാനാഥനായ എന്നോടാണോ അവരുടെ കള്ളക്കളികളൊക്കെ? അതുകൊണ്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കാനായിക്കൊണ്ട്, അവരുടെ ശ്രദ്ധയെ മാറ്റാനായിക്കൊണ്ട്, അവരെ മോഹിപ്പിക്കാനായിക്കൊണ്ട് ഞാനൊരു യോഷിദ്വേഷം ചെയ്തു. തത്തേഹം ദർശയിഷ്യാമി ദിദൃക്ഷോഃ സുരസത്തമാം. തത്, ആ യോഷിദ്വേഷം, ദിദൃക്ഷോഹോ തേ, ദിദൃക്ഷുവായ നിനക്ക്, അങ്ങേക്ക്, ദിദൃക്ഷു ദ്രഷ്ടുമിച്ചു, കാണാൻ ആഗ്രഹിക്കുന്നവനായ അങ്ങേക്ക്, ദിദൃക്ഷോഹോ തേ, ഷഷ്ടി വിഭക്തിയാണ്, ദിദൃക്ഷോഹോ അങ്ങേക്ക്, ഹേ സുരസത്തമ, ദേവശ്രേഷ്ഠനായ ഹേ മഹാദേവ, അഹം ദർശയിഷ്യാമി, ഞാൻ തീർച്ചയായിട്ടും കാണിച്ചു തരാം. ദർശയിഷ്യാമി, ഐ വിൽ ഷോ യു. എന്താണ് ഈ രൂപത്തിന്റെ വിശേഷം? കാമിനാം ബഹുമന്തവ്യം സങ്കൽപ്പപ്രഭവോദയം. സങ്കൽപ്പപ്രഭവ ഉദയം. ഇവിടെ സങ്കൽപ്പപ്രഭവൻ എന്ന് പറഞ്ഞാല് കാമദേവന്റെ പര്യായമാണ്. സങ്കൽപ്പത്തിൽ നിന്നാണ് പ്രഭവം. ആരുടെ? കാമത്തിന്റെ. ഗീതയിൽ ഭഗവാൻ പറയും, സങ്കൽപ്പപ്രഭവാൻ കാമാൻ, സങ്കല്പപ്രഭവങ്ങളായ കാമങ്ങളെ തെക്വ, മുഴുവൻ ഉപേക്ഷിച്ചിട്ട് മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കാനായിക്കൊണ്ട്. അപ്പൊ സങ്കല്പപ്രഭവങ്ങളാണ് കാമങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം സങ്കല്പിക്കുന്നു, നല്ലതാണ് എന്ന് സങ്കല്പിക്കുന്നു ഒരു വസ്തുവിനെ. സങ്കല്പം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ചിന്ത എന്നാണ്. ഓ, ദിസ് ഈസ് ഗുഡ് എന്ന് തീരുമാനിച്ചാൽ സങ്കല്പമായി. വേണോ വേണ്ടേ എന്ന് ശങ്കിക്കുമ്പോൾ വികല്പമാണ്. നല്ലതാണ് എന്ന് കൺക്ലൂഡ് ചെയ്താൽ സങ്കല്പമായി. പിന്നെ അതിനെ തന്നെ നിരന്തരം നല്ലതാണ്, 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 കിട്ടിയാൽ കൊള്ളാം എന്നായിത്തീരും.
അപ്പോഴാണ് അത് കാമമായി പരിണമിക്കുന്നത്. അതുകൊണ്ട് കാമന്റെ പര്യായമാണ് ഇവിടെ സങ്കല്പ പ്രഭവൻ എന്ന്. സങ്കല്പ ആകുന്ന പ്രഭവത്തോട് കൂടിയവൻ. അപ്പോ ഇവിടെ സങ്കല്പ പ്രഭവ ഉദയം. ഉദയം എന്ന് പറഞ്ഞാലോ കാമദേവന്റെ വിജയം. ഉദയം ഉദിക്കുന്നതാണ്, പൊങ്ങി വരുന്നതാണ്. അപ്പൊ കാമദേവന് സന്തോഷം ഉണ്ടാക്കുന്നതാണ്, കാമദേവന് വിജയം കൊടുക്കുന്നതാണ് എന്റെ ഈ മായാമോഹിനി രൂപം. അതാണ് സങ്കല്പപ്രഭവോദയം കാമിനാ ബഹുമന്തവ്യം. കാമികളാൽ ബഹുമാനിക്കപ്പെടാൻ യോഗ്യമായത്. കാമികളൊക്കെ ഈ മോഹിനിയെ ബഹുമാനിക്കണം. മായാമോഹിനിയെ ബഹുമാനിച്ചാലോ അവർക്ക് കാമത്തിൽ നിന്ന് രക്ഷ നേടാം. ഇതിനെ അംഗീകരിക്കണം ആദ്യം. ഇങ്ങനൊരു സംഭവമുണ്ട്, ഒരു മായ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതാണ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞാൽ നമുക്ക് പതുക്കെ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നമ്മള് ചതിക്കുഴി ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അതിൽ പോയി പെടില്ലല്ലോ. ഇന്നിടത്തൊക്കെ കളവുകളുണ്ട്, വഞ്ചനയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിൽ പോയി പെടില്ല, അല്ലേ? ഇന്ന് 8 മണിക്കൊരു സിനിമയുണ്ട് ദൂരദർശനില്. എന്താണത്? കേരള സ്റ്റോറി. അത് പല ചതിക്കുഴികളെയും കാണിച്ചു തരുന്നതാണ്. അത് ജനങ്ങൾ കാണരുത് എന്നാണ് ഒരു കൂട്ടരുടെ ആഗ്രഹം. ചതിക്കുഴി ആരും കാണരുത്. കാരണം ചതിക്കുഴി കണ്ടു കഴിഞ്ഞാൽ, അതിന്റെ രഹസ്യം പിടികിട്ടിക്കഴിഞ്ഞാൽ അതിൽ പെടും. അതിൽ പെടാനുള്ള ഇരകളെ കാത്തിരിക്കുന്നവർക്ക് ചതിക്കുഴി കാണിച്ചു കൊടുക്കുവോ? ഏതെങ്കിലും ആനയ്ക്ക് വാരിക്കുഴി കുഴിച്ചിട്ട് ആനയോട് പറയോ ഇത് വാരിക്കുഴിയാണ്, ഇതിൽ നീ പെടരുത് എന്ന് പറയോ? വാരിക്കുഴിയെ മറച്ചു വെച്ചിട്ടാണ്, തുറന്നു വെക്കാറില്ല വാരിക്കുഴിയെ. അതിനെ മറച്ചു വെച്ച് അതിന്റെ മുകളിൽ തന്നെ ആനയ്ക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ വെക്കുവാണെങ്കിൽ പഴക്കൊലയോ കരിമ്പോ നാളികേരോ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ അതിന്റെ പുറത്ത് വെച്ചു കഴിഞ്ഞാൽ ആന അതിൽ വന്ന് ചാടും. അപ്പൊ അതുപോലെയാണ് നമ്മുടെ ഹിന്ദു സമൂഹത്തിലെയും ക്രിസ്ത്യൻ സമൂഹത്തിലെയും പെൺകുട്ടികള് ലവ് ജിഹാദ് എന്ന് പറയുന്ന വാരിക്കുഴിയിൽ ചെന്ന് ചാടുന്നത്. അതിപ്പോഴും ചാടിക്കൊണ്ടേയിരിക്കണം. ഇപ്പോഴും പല മരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതൊക്കെ ഇതിന്റെ കുഴിയിൽപ്പെട്ടതാണ്. അതൊന്നും ആരും പറയില്ല, ഒരു മാധ്യമങ്ങളും പറയില്ല. അത് വാരിക്കുഴിയായിട്ട് തന്നെ ഇരിക്കുകയാണ്, മറച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ്. എന്താ ഒരു ടീച്ചറും ഒരാളും കൂടി ആക്സിഡന്റിൽ മരിച്ചില്ല. എന്താ തനൂജയം, ഹാഷിം ആണ് തനൂജയെ കൊന്നത്. അതിന്റെ കഥകളൊക്കെ പിന്നിലുള്ള കഥകളൊന്നും അധികം പുറത്തേക്ക് വരില്ല. അതുപോലെ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദിവസവും ഒരു വർഷത്തിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ വാരിക്കുഴിയിൽ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവര് വാരിക്കുഴിയിൽ വീഴണം എന്ന് കാത്തിരിക്കുന്നവർക്ക്, വലവിരിച്ചിരിക്കുന്നവരും, അവർക്ക് എന്താ പറയുക, വെളിച്ചം കാണിച്ച് അല്ലെങ്കിൽ അവർക്ക് കാവൽ നിൽക്കുന്നവരുമായിട്ടുള്ള രാഷ്ട്രീയക്കാർക്കും ആരും ഈ വാരിക്കുഴിയെക്കുറിച്ച് അറിയരുത്, ഈ ചതിക്കുഴികളെ കുറിച്ച് അറിയരുത്. അതുകൊണ്ട് ഈ സിനിമ പ്രദർശിപ്പിക്കരുത്. അങ്ങനെ തിയേറ്ററുകളിലൊന്നും പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുത്തിരുന്നില്ല. അപ്പൊ അത് ദൂരദർശൻ പ്രദർശിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാരും കാണും, കുട്ടികളെ കൊണ്ടൊക്കെ കാണാൻ പറയൂ. അപ്പൊ മായയാണെന്ന് അറിഞ്ഞ് ബഹുമാനിക്കണം. മായയെ, അതാണ് കാമിനാം ബഹുമന്തവ്യം. മന്തവ്യം മാനിതവ്യം. ബഹു നന്നായിട്ട് മാനിക്കേണ്ടതാണ്, മന്തവ്യമാണ്, ചിന്തിക്കേണ്ട വിഷയമാണെന്നും കൂടി അർത്ഥമാണ്. അപ്പോ സങ്കല്പപ്രഭവോദയം, കാമദേവന്റെ ഉദയത്തോടു കൂടിയതായിട്ടുള്ള, കാമികളായിരിക്കുന്ന ആളുകളാൽ ബഹുമാനിക്കപ്പെടേണ്ടതായിട്ടുള്ള എന്റെ ആ രൂപം, ആ മോഹിനി രൂപത്തെ ഹേ സുരസത്തമ ദേവശ്രേഷ്ഠ ദിദൃക്ഷോഹോ തേ അഹം ദർശയിഷ്യാമി. ദിദൃക്ഷുവായ അങ്ങേക്ക് ഞാൻ ദർശിപ്പിച്ചു തരാം, അങ്ങേക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണു എന്ത് ചെയ്തു എന്ന് സുഖബ്രഹ്മർഷി പറയുന്നു. ശ്രീ സുഖ ഉവാച ഇതി ബ്രുവാണോ ഭഗവാൻ തത്രൈവാന്തരധീയത സർവദശ്ചാരയൻ ചക്ഷുഃ ഭവ ആസ്തേ സഹോമയാ. ശ്രീ സുഖ ഉവാച ഇതി ബ്രുവാണോ ഭഗവാൻ
തത്രൈവാന്തരധീയത സർവതശ്ചാരയൻ ചക്ഷുഃ ഭവ ആസ്തേ സഹോമയാ. ശ്രീശുക ഉവാച. സുഖബ്രഹ്മർഷി തുടരുന്നു. ഇതി ബ്രുവാണഃ ഭഗവാൻ. ഭഗവാൻ വിഷ്ണു ഇതി ബ്രുവാണഃ ഇങ്ങനെ പറയുന്നവനായിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിന്റെ ഇടയിൽ തത്ര ഏവ അന്തരതീയത അവിടെ തന്നെ അന്തർധാനം ചെയ്തു. ആളെ കാണാനില്ല. ഇപ്പൊ മഹാദേവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ആള് അപ്രത്യക്ഷനായി അന്തർധാനം ചെയ്തു. സർവവ്യാപിയായിട്ടുള്ള ഭഗവാൻ തന്റെ സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നിട്ടോ പുതിയൊരു വേഷമായിട്ട് അവതരിക്കാനിരിക്കണം. ആ സമയത്ത് അന്തർധാനം ചെയ്ത സമയത്ത് സർവതഃ ചാരയൻ ചക്ഷുഹു ഭവഃ ആസ്തേ സഹ ഉമയാ. ഭവഃ ആ മഹാദേവൻ ഭവൻ ആസ്തേ നിൽക്കുകയാണ്. സഹ ഉമയ ഉമയാ സഹ പാർവതീദേവിയോടുകൂടെ എന്തു ചെയ്തുകൊണ്ട്? സർവതഃ ചാരയൻ ചക്ഷുഹു. ചക്ഷുഹു കണ്ണിനെ സർവതഃ ചാരയൻ എല്ലാ ഭാഗത്തേക്കും നോക്കിക്കൊണ്ട് ആകാംക്ഷയോടെ എവിടെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്? താൻ കേട്ടിട്ടേ ഉള്ളൂ ഇതുവരെ. ആ അത്ഭുതമായുള്ള രൂപം എങ്ങനെയാണ് പ്രത്യക്ഷമാകുന്നത്, എവിടെയാണ് പ്രത്യക്ഷമാകുന്നത് എന്നുള്ള ആകാംക്ഷയോടെ ചുറ്റുപാടും കണ്ണിനെ ചരിപ്പിച്ചുകൊണ്ട് ചക്ഷുസിനെ സർവതഃ ചാരയന് ഉമയാ സഹ ആസ്തേ. ഉമയോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അടുത്ത് ഉമയുണ്ട്, പാർഷദന്മാരായ ഭൂതഗണങ്ങളുണ്ട്, എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്നു. അപ്പോഴാണ് ഭഗവാനത അത്ഭുതകരമായിട്ടുള്ള ആ മായാമോഹിനി രൂപം ധരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് നാളെ രാവിലെ കാണാം. നാളെ രാവിലെ 11 മണിക്ക് ക്ലാസ്. എല്ലാവരും ശ്രദ്ധിച്ചോളുക. രാവിലെ 11 മണിക്ക്. നാളെ രാവിലെയും വൈകുന്നേരം എടുക്കാൻ പറ്റും. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം. എല്ലാവർക്കും ശുഭരാത്രി. നാളെ കാണാം. എല്ലാവരും ദൂരദർശനിൽ കേരള സ്റ്റോറി കാണാൻ മറക്കണ്ട. ഫ്രീ ആയിട്ടാണ് കാണുന്നത്. ചെലവൊന്നുമില്ല. കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കേരള ഗവൺമെന്റ് KSEB ഫ്യൂസ് ഊരാൻ വഴിയുണ്ട്. നോക്കാം. ഹരിയോ. കറണ്ട് പോകാനുള്ളതിന് പ്രീകോഷൻസ് ഒക്കെ എടുത്തു വെച്ചോളൂ. നാരായണ. ഹരിയോ.